الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതം റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വഴി നടത്തണമെന്ന് പറയുന്ന എന്നെ വിസ്മരിക്കാതെ അർഹിക്കുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മളുടെ ഈ അമൽ അള്ളാഹു ഉന്നതമായ കർമ്മമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരു കുടുംബ സംഗമത്തിലാണ്, തൻഷീദ് എന്ന പേരിൽ MSM സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുടുംബം. എത്രയൊക്കെ പോരായ്മകളുണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഒരൊറ്റ കുടുംബമേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾക്ക് എത്ര തിരക്കുകളുണ്ടെങ്കിലും, ജോലിയുടേതോ പഠനത്തിൻ്റെതോ ആയി നമ്മൾ എത്ര ബിസി ഷെഡ്യൂളുള്ള ഒരു മനുഷ്യനാണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് തിരിച്ചു ചെല്ലാനുള്ള നമ്മുടെ കേന്ദ്രം നമ്മുടെ വീടാണ്. അതുകൊണ്ട് തന്നെ ആ വീടും വീട്ടുകാരും നമ്മൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും സായുജ്യവും പകരുന്നവരാവുക എന്നുള്ളത് നാം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗവുമാണ്. ജീവിതത്തിന്റെ നമ്മുടെ ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. സ്ഥിരവാസത്തിലുള്ള സ്വർഗത്തോപ്പോൾ അവിടെ അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നുമുള്ള സദ്വൃത്തരായിട്ടുള്ളവരും, അഥവാ നമ്മളും നമ്മുടെ കുടുംബവും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കൺകുളിർമയുള്ള കാഴ്ച, അതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ സ്വപ്നം കാണേണ്ടത്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അന്ന് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ പുറത്തേക്ക് വന്ന് അവർ നമ്മളോട് പറയണം, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമ കൈകൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഫനിഅമ ഉഖബദ്ദാർ. അപ്പോൾ അന്തിമ ഗ്രഹമായ സ്വർഗം എത്ര നല്ലത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് നെഞ്ചിൽ കുത്തിവെക്കാൻ പറഞ്ഞ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ഭാഗം അവനവന്റെ ജീവിതത്തിൽ വീട്ടകങ്ങളിൽ നെഞ്ചകങ്ങളിൽ നെഞ്ചോട് കുത്തിവെക്കണം. എന്നിട്ട് സ്വയം പലയാവർത്തി നമ്മൾ ചോദിക്കണം, ഞാനും എൻ്റെ ഇണയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദര സഹോദരിമാരും നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിട്ടും ഞാൻ ആ വിഷയത്തിലൊക്കെയും എത്രയാണ് ശ്രദ്ധ പാലിക്കുന്നത്? ഇവിടെ MSMലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളായിരിക്കാം ഭൂരിഭാഗവും. കൺകുളിർമയുള്ള ഒരു കാഴ്ച. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾക്കൊരു ചിന്തയുണ്ടാകണം. 2025 പ്രവേശിക്കുന്നു. കൊറോണ വന്നുപോയിട്ട് 6 വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. വർഷങ്ങളൊക്കെ ഇങ്ങനെ പോയി മറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ് അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരവും കുറയുന്നുണ്ട്.
അൽ ഖബറു കുല്ല യൗമിൻ യുനാദി, ഖബർ എല്ലാ ദിവസവും നമ്മളെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഖബറിന്റെ വിളിയാളങ്ങൾക്ക് നാം ഉത്തരം നൽകേണ്ടി വരുന്നൊരു ദിനം അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അങ്ങനെ ഒരു ദിനത്തിന്റെ മുൻപ് അവനവന്റെ ജീവിതത്തിൽ ഒരുക്കി വെക്കേണ്ടതൊക്കെയും ഒരുക്കി വച്ചിട്ടുണ്ടോ എന്നൊരു തിരിച്ചറിവും ചോദ്യവും ബാക്കിയാണ്. ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷാലയമാണ്, ഒരു എക്സാം ഹാള് പോലെയാണ് ജീവിതം. ഇവിടെ ഓരോരുത്തർക്കും വിഭിന്നമായ ചോദ്യപേപ്പറുകളുണ്ട്. പക്ഷെ ആ ഉത്തരങ്ങൾക്കെല്ലാം മാനദണ്ഡം ശുദ്ധ ഖുർആനും ഹദീസുമാണ്. ജീവിതത്തിൽ ഒരു പരീക്ഷാ ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടെങ്കിൽ ജീവിതമാകുന്ന പരീക്ഷാലയത്തിൽ നമ്മുടെ കൂടെ നാല് നിയന്താക്കളുണ്ട്, നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകരുണ്ട്. അതിലൊന്ന് അവനവന്റെ അവയവങ്ങളാണ്. അവനവന്റെ കൈകാലുകളും അവയവങ്ങളും കണ്ണും കാതും എല്ലാം. നമ്മുടെ കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷ്യം വഹിക്കുന്ന, അവനവന്റെ കണ്ണുകളും അവനവന്റെ കാതുകളും അവനവന്റെ തൊലികളും എല്ലാം നാളെ അള്ളാഹുവിനോട് കർമ്മങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയും. അള്ളാഹുവേ, അവനത് ചെയ്തു. നീ നന്മ കാണാൻ കൊടുത്ത കണ്ണുകൊണ്ട് അവൻ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടു. നീ നല്ലത് കേൾക്കാൻ കൊടുത്ത കാതുകൊണ്ട് ഇന്നതൊക്കെയും കേട്ടു. നല്ലത് ചെയ്യാൻ കൊടുത്ത അവയവങ്ങൾ കൊണ്ട് ഇന്നതൊക്കെ പ്രവർത്തിച്ചു. ഞാൻ അതിനെല്ലാം സാക്ഷിയാണ് എന്ന് നമ്മുടെ മുഖത്ത് വായ കീറിയ റബ്ബ് നമ്മുടെ അവയവങ്ങൾക്ക് മേൽ സംസാരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മുടെ കൂടെ ഒരു നിരീക്ഷകരുണ്ട്. അത് അവനവന്റെ ചുറ്റുപാടുകളാണ്, ഭൂമിയാണ്. ഇതാ ഭൂമി അതിന്റെ പ്രകമ്പനത്തിന് വിധേയമാകും. ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും ചെയ്താൽ മനുഷ്യൻ അന്ന് അന്താളിച്ചുകൊണ്ട് പറയും, ഭൂമിക്ക് എന്താണ് പറ്റിയത്? അന്ന് ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കാൻ തുടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ആ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഭൂമിക്ക് മുകളിൽ ഓരോ മനുഷ്യനും ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ഭൂമി അന്ന് ഇങ്ങനെ സാക്ഷ്യം പറയും. അല്ലാഹുവേ, ഇന്ന സമയം ഇന്ന സ്ഥലത്ത് അവൻ ഇന്ന കാര്യം ചെയ്തു, ഞാൻ അതിനു സാക്ഷിയാണ്. ഈ പള്ളിയുടെ അകത്തളങ്ങൾ നാളെ അള്ളാഹുവിനോട് സംസാരിക്കും, അവൻ ഇന്ന ജമാഅത്തുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്, ഇന്ന ക്ലാസ്സുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ റൂമും നമ്മുടെ ബെഡ്റൂമും നമ്മുടെ ബാത്റൂമും നമ്മുടെ വഴിയോരങ്ങളും നമ്മുടെ കലാലയങ്ങളും എല്ലാം അള്ളാഹുവിനോട് സംസാരിക്കുമെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. മൂന്നാമതായി നമ്മുടെ കൂടെ മലക്കുകളുണ്ട്. ആ റഖീബും അതീദും നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ രേഖാഗ്രന്ഥവും നാളെ സാക്ഷിയായി നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടും. നാലാമതായിട്ട് സദാസമയം ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ 4 സാക്ഷികളും കൂടെയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ജീവിക്കേണ്ടത്. നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുന്ന പരീക്ഷാ പേപ്പറിൽ ഒരു സമയമുണ്ടാകും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ പരീക്ഷ അവസാനിക്കും. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷയിൽ ഓരോരുത്തർക്കുമുള്ള ലോങ് ബെൽ എപ്പോഴാണ് എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പരീക്ഷാ ഹാളിൽ 2 തരം വിദ്യാർത്ഥികൾ ഉണ്ടാകും. 12 മണിക്ക് തീരുന്ന പരീക്ഷയ്ക്ക് 11:30 പരീക്ഷയുടെ എല്ലാ ഉത്തരങ്ങളും എഴുതി നൂലൊക്കെ കെട്ടി ലോങ് ബെൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. മറ്റൊരു വിഭാഗം ബെല്ലടിക്കുമ്പോഴേക്കും അന്താളിക്കും. എത്ര സമയം കഴിഞ്ഞോ, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കൊരു അല്പസമയം കൂടി തരുമോ സാറേ എന്ന് ചോദിക്കുന്ന, വളരെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാകും. നമ്മൾ അതിലേതിലായിരിക്കും എന്നാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ നമ്മൾക്ക് വീണ്ടും പരീക്ഷകൾക്കും എല്ലാം അവസരങ്ങളുണ്ട്. പക്ഷെ ജീവിതമാകുന്ന പരീക്ഷ അവസാനിച്ചാൽ പിന്നീട് ഒരു മടക്കമില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിലേക്ക് നമ്മൾ അള്ളാഹു പറഞ്ഞയച്ചത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ എബലുവക്കും അയ്യക്കും അഹ്സനു അമല, നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാൻ. നമ്മുടെ കർമ്മങ്ങളുടെ എണ്ണത്തെക്കാളും നമ്മുടെ കർമ്മങ്ങളുടെ ഗുണമേന്മയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. എങ്കിൽ അവനവന്റെ കർമ്മങ്ങളുടെ അവസ്ഥ വെറുതെ ഒന്ന് ആലോചിക്കുക. ഇന്നോളമുള്ള നമ്മുടെ ആയുസ് നാം ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുമ്പോഴും നാം നേടേണ്ട പലതും നേടിയെടുത്തിട്ടുണ്ടോ എന്ന് സ്വയം വീണ്ടും വീണ്ടും വിചാരണക്ക് വിധേയമാക്കുക. നാളെ ഖബറിലേക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞ് അവനോട് ഓരോ ചോദ്യങ്ങൾ മലക്കൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്ത മനുഷ്യനെ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് മലക്കൾ പ്രഹരിക്കുമ്പോ മലക്ക് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ലാ ദറൈത വലാ തലൈത്,
നീ വായിച്ചതുമില്ല, നീ പഠിച്ചതുമില്ല. നിനക്ക് സമയം ഉണ്ടായിരുന്നു, സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഒന്നും മനസ്സിലാക്കിയില്ല. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമ വ മുസ്ലിമ. മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും മേൽ അറിവ് അന്വേഷിക്കുക, അറിവ് പഠിക്കുക നിർബന്ധമായ കാര്യമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. എനിക്ക് എന്തൊക്കെ അറിയാം? ബേസിക് ആയിട്ട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ നിസ്സാരമാക്കുന്ന. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ അള്ളാഹു അക്ബറിന്റെ അർത്ഥം നമ്മൾക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് സലാം പൊട്ടുമ്പോ അതിന്റെ അർത്ഥവും നമ്മൾക്കറിയാം. പക്ഷേ അതിന്റെ ഉള്ളിൽ പറയുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾക്കറിയണം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഞാൻ കൈ ഉയർത്തുമ്പോ അതിന്റെ ആശയം എന്താണ് എന്ന് എനിക്കറിയണം. നമ്മൾ കഴിഞ്ഞ 10, 20, 25, 30, 40 വർഷമായിട്ട് അള്ളാഹുവിനോട് 5 നേരം സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോ ഞാൻ എന്താണ് പറയുന്നത് എന്ന് ഇക്കാലം അത്രയും നമ്മൾക്ക് പറയാൻ, നമ്മൾക്ക് സംസാരിക്കാൻ, നമ്മൾക്ക് അള്ളാഹുവിനോട് അത് പഠിക്കാൻ നമുക്ക് ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്തോ ന്യായം പറയും. 1-ാം ക്ലാസ് സ്കൂളിൽ ചേർന്ന്, പ്രീ പ്രൈമറിയിൽ ചേർന്ന്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും PGയും PhDയും MPയിലും പലതും മറിച്ചും നമ്മൾ ദുനിയാവിന്റെ ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു. ശരി, തെറ്റാണെന്നല്ല. നമ്മളെങ്ങാനും പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ നമ്മൾ നേടിയ വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെയും അവനാന്റെ ഉമ്മ കടല പൊതിയാൻ പറ്റുന്നല്ലാതെ വേറെ ഉപകാരങ്ങളൊന്നും അതുകൊണ്ട് ലഭ്യമാകുന്നില്ല. അത് ദീനിയായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി ഉറക്കം ഒഴിഞ്ഞ് പഠിക്കുന്ന നമ്മൾ, ഒരു ഡെഫിനിഷനുകൾ മനഃപ്പാടമാക്കുന്ന നമ്മൾ, വിശുദ്ധ ഖുർആനിന്റെ പ്രാർത്ഥനകൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ, നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ ആശയങ്ങൾ അതൊന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിക്കാൻ നാം മാറ്റിവെച്ച സമയങ്ങൾ എത്രയാണ് എന്ന് ആലോചിക്ക്. എന്തു ന്യായം പറയും, എന്തു കാരണം പറയും, എന്ത് ഉതിർ പറയും? നമുക്കൊരു രോഗം വന്നു എന്ന് വിചാരിക്കാം, ഒരു അസുഖം വന്നു, ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടർ നമ്മൾക്കൊരു മരുന്ന് എഴുതി. ആ മരുന്ന് നമ്മളിങ്ങനെ എന്നും വീട്ടിൽ കൊടുന്നിട്ട് അതിങ്ങനെ ഉമ്മക്കും, അല്ല അതിങ്ങനെ അൽമാര വെക്കും. ഡെയിലി റിപ്പീറ്റ് തന്നെ. ഉമ്മ വെക്കുന്നു, എടുത്തു വെക്കുന്നു, ഉമ്മ വെക്കുന്നു, എടുത്തു വെക്കുന്നു. കുടിച്ചില്ല. 1 മാസം കഴിഞ്ഞു, രോഗം ഒന്ന് മൂർച്ഛിച്ചു. ഡോക്ടർ അടുത്ത് വീണ്ടും പോയി. ഡോക്ടർ അത്ഭുതപ്പെട്ട് ചോദിക്കുക, എന്താ രോഗം ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം? നിങ്ങൾ ഞാൻ തന്ന മരുന്ന് കുടിച്ചില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ എന്നും അത് എടുക്കും, ഞാൻ എന്നും അത് ചുംബിക്കും, കുടിച്ചില്ല. നിങ്ങൾ എന്തോ ഒരു വിട്ടി എന്നാ ഡോക്ടർ പറയില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, നമ്മൾക്ക് വേണ്ടി ഒരു ഗ്രന്ഥം അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ശിഫാഉൻ, ഇത് ശമനമാണ് കേട്ടോ, വറഹ്മത്തുൻ, ഇത് കാരുണ്യമാണ് കേട്ടോ എന്ന് പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി അതിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ എന്നൊടുക്കും, ഓതും, തിരിച്ചു വെക്കും, എന്നൊടുക്കും, ഓതും, തിരിച്ചു വെക്കും. ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമല്ല, പാരായണം ചെയ്യാനും കൂടിയുള്ള ഗ്രന്ഥമാണ്. പക്ഷെ നമ്മുടെ പഠനങ്ങളൊക്കെയും പാരായണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. 700 പേജിന്റെ നോവൽ വായിക്കാൻ 4 ദിവസം മാത്രം വേണ്ടി വരുന്നു മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ സിനിമയും മറ്റും ഒക്കെ കാണാൻ ദിവസങ്ങളോളം അല്ലെങ്കിൽ അതിനൊക്കെ സമയങ്ങൾ മാറ്റിവെക്കുന്ന മനുഷ്യരുണ്ട്. 1400 പേജ് ഉണ്ടാവും ചെറിയ മുണ്ട മീഡിയ പരിഭാഷക്ക്. ശരി, അതൊന്ന് എടുത്തു മറിച്ചു നോക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഓരോ സൂറത്തുകളിലും പറയുന്ന ബേസിക് ആയ കാര്യങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നമ്മുടെ 10-60 വർഷത്തെ ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്പോഴും സമയം ലഭിച്ചിട്ടില്ല എങ്കിൽ നാം നമ്മളെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അള്ളാഹു എന്നത് നമ്മുടെ ആരാണ്? എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ പരിപാലിച്ചവൻ, എനിക്ക് ഉമ്മയെ നൽകിയവൻ, എനിക്ക് വാപ്പയെ നൽകിയവൻ, ഉടമയുടേത് എന്നതല്ലാതെ പറയാൻ നമ്മൾക്ക് വേറെ അഡ്രസ് എന്താ? ആ ഉടമ നമ്മളോട് സംസാരിക്കുന്ന അവന്റെ വാക്കുകൾ. നമ്മൾ ഇന്ന് പഠിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും കാലാതീതപ്പെട്ടു പോകും. പക്ഷേ വിശുദ്ധ ഖുർആനും ഹദീസും അത് ലോകാവസാനം വരെ അതിന് നിലനിൽപ്പുണ്ട്. അത് ഹയ്യാണ്, അത് എന്നൊന്നും നിലനിൽക്കും. അത് കാലത്തിന് അതീതമായ വിശുദ്ധ ഖുർആനാണ്, അജയ്യമാണ്. എങ്കിൽ അതിന്റെ വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതൊന്ന് ആഴത്തിൽ പഠിക്കാൻ നാം മാറ്റിവെക്കുന്ന സമയങ്ങൾ ഇപ്പോഴും എത്രയാണ് എന്ന് സ്വയം ആലോചിക്കാം. അള്ളാഹു എന്ന ഒരു ഓർമ്മ ജീവിതത്തിൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിന്റെ 35-ാമത്തെ വചനം, 15-ാമത് അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാണ്, അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടവർ. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്,
അള്ളാഹു മാത്രാട്ടോ സ്വയം പര്യാപ്തനും സ്തുത്യർഹനും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് അള്ളാഹുവിനെ വേണമെന്ന, നമ്മൾ അള്ളാഹുലേക്ക് സദാ ആശ്രയിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ് എന്നാ. നമ്മൾ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക അല്ലെങ്കിൽ അള്ളാഹുവേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഉദ്ദേശമായിട്ട് നമ്മുടെ മനസ്സിൽ എന്താ വരണ്ടേ? അള്ളാഹുവേ, എനിക്ക് നിന്റെ സഹായവും കരുതലും കാവലും എനിക്ക് സദാസമയത്തും ആവശ്യമുണ്ട്. അലൗകികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു സഹായം എനിക്ക് വേണം. ഞാൻ നിന്നിലൂടെ ആശ്രയിച്ച് നിന്നെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്നവനാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആ സംസാരവും ആ പ്രാർത്ഥനയും ഉയർന്നു വരേണ്ടത്. നമ്മൾ ബിസ്മില്ല എന്നൊരു കാര്യം ആരംഭിക്കുമ്പോൾ പറയുമല്ലോ, ബസ്മല എന്ന അറബിയിൽ പറയും. ഒരു കാര്യം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? അള്ളാഹുവേ, ഇവിടെ പല മതവിശ്വാസികളുമുണ്ട്, അവരൊക്കെയും അവരുടേതായ ദൈവസങ്കല്പങ്ങളെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസിയായ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ഓർക്കാനുള്ളത്, നിന്നെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതാ റബ്ബെ ഒരു കാര്യം ആരംഭിക്കുന്നു, ആ കാര്യം ആരംഭിക്കുമ്പോൾ ഞാൻ നിന്നെ ഓർക്കുന്നു. ആ നിന്റെ ഓർമ്മയിൽ ഞാൻ ഈ നന്മയിൽ പങ്കുചേരുന്നു. ഈ നന്മയുടെ ഈ സംരംഭത്തിന്റെ ഞാൻ തുടങ്ങാൻ പോകുന്ന ഈ വിഷയത്തിൽ നിന്റെ ഭാഗത്തുള്ള എല്ലാ നന്മയുടെ വർധനവുകളും ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നു റബ്ബേ. ഇതാണ് ബിസ്മില്ല എന്ന് പറയുമ്പോ അവനവന്റെ മനസ്സിലേക്ക് വരേണ്ടത്. നമ്മൾ കവളപ്പാറയും മറ്റും മറിച്ചതും ഒക്കെ കാണുന്നു, നമ്മൾ ചൂരൽമലയുടെ ദുരന്തങ്ങൾ കേൾക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന് വേണമെങ്കിൽ ഈ ദുനിയാവിനെ ഒരു പ്രശ്നവും പറ്റാത്ത രൂപത്തിൽ സൃഷ്ടിക്കാമായിരുന്നല്ലോ, ഇവിടെ അപകടങ്ങളില്ലാത്ത രൂപത്തിൽ, ഇവിടെ പാളിച്ചകളില്ലാത്ത രൂപത്തിൽ. പക്ഷെ അങ്ങനെയല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. വിശ്വാസിക്ക് എന്താണ് മനസ്സിലാകേണ്ടത്? ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഏതു സമയത്ത് നശിച്ചു പോകുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ദുനിയാവിനോട് എനിക്ക് ആഴത്തിലുള്ള ഇഷ്ടം ഉണ്ടാകേണ്ടതില്ല, എനിക്ക് ആഴത്തിലുള്ള ഭ്രമം ഉണ്ടാകേണ്ടതില്ല. ഞാൻ ദുനിയാവിനോട് അമിതമായി അറ്റാച്ച് ചെയ്യപ്പെടേണ്ട ആവശ്യകതയില്ല. എനിക്ക് ഇവിടെ നിന്ന് ഏതു സമയത്തും പോകേണ്ടി വരും. എന്റെ സമ്പത്ത് ഏതു സമയത്തും ഇവിടെ ഒഴിച്ചു പോകുന്ന അവസ്ഥ വരാം. എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കൺമുമ്പിലൂടെ മറഞ്ഞു പോകുന്ന അവസ്ഥ വരാം. അങ്ങനെയുള്ള ഒരു ദുനിയാവിനോടല്ല എനിക്ക് പ്രിയം ഉണ്ടാകേണ്ടത്. ഞാൻ ഇവിടെ കുറച്ചു കാലം ജീവിക്കുന്നു, ഇവിടുന്ന് ഞാൻ മടങ്ങി പോകേണ്ടി വരും എന്ന ഒരു ബോധ്യം ഈ ദുരന്തങ്ങളൊക്കെയും അവനവന്റെ ഹൃദയങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കലും നരകത്തിന് രക്ഷ നേടലുമാണ്. അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകത്തോട് അഭയം ചോദിക്കുന്നു. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹം എല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകണം എന്നതാണ്. എല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകണം, ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാകണം. എല്ലാവരും നരകത്തിന് രക്ഷപ്പെടണം, ആര് രക്ഷപ്പെടണില്ല എങ്കിലും ഞാൻ രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെയൊക്കെയും സ്വപ്നം, ഇതാണ് നമ്മുടെയൊക്കെയും ആഗ്രഹം. ശരി, റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലെ ഹദീസുകൾ കാണാം. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ച സമയം സ്വർഗത്തെ ഒന്ന് കണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നു. ജിബ്രീൽ സ്വർഗം കൊണ്ടുവന്നു. സ്വർഗം കണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരാളും ഇങ്ങോട്ട് വരാതിരിക്കില്ല. അത്രമേൽ സുന്ദരമാണല്ലോ സ്വർഗം. അള്ളാഹു സ്വർഗത്തിന്റെ ചുറ്റും മകാരികളെ കൊണ്ട് നിറച്ചു, സ്വർഗത്തിന് ചുറ്റും പ്രയാസങ്ങളെ കൊണ്ട് നിറച്ചു. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് എന്ന് മനസ്സിലാകാൻ അത് വീണ്ടും കണ്ടുവരാൻ ജിബ്രീലിനോട് പറഞ്ഞു. ജിബ്രീൽ കണ്ടുവന്നിട്ട് പറഞ്ഞ വർത്തമാനം, അള്ളാഹുവേ, ഇവിടേക്കാരും എത്തിപ്പെടില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു, ആ നരകത്തെ കണ്ടുവരാൻ പറഞ്ഞു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഈ നരകത്തെ കുറിച്ച് കേട്ടറിഞ്ഞ ഒരാളും ഇങ്ങോട്ട് വരാൻ സാധ്യതയേ ഇല്ല. പക്ഷെ അള്ളാഹു നരകത്തിന് ചുറ്റും ഷഹവാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് മനസ്സിച്ഛിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്ന തലം നമ്മൾ നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നിറച്ചു. വീണ്ടും കണ്ടുവരാൻ പറഞ്ഞു. ജിബ്രീൽ വന്നിട്ട് പറയുന്ന വർത്തമാനം, എല്ലാവരും ഇങ്ങോട്ട് എത്തിപ്പെടുമോ എന്നതാണ് എന്റെ ഭയം. എല്ലാവരും ഇങ്ങോട്ട് എത്തിപ്പെടുമോ എന്നതാണ് എന്റെ ഭയം. പ്രിയപ്പെട്ടവരെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ, നരകത്തിന് ഭയപ്പെടുന്നവരെ, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കാറുണ്ട്? നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് അഭയം ചോദിക്കാറുണ്ട്? സ്വർഗം എന്ന് പറഞ്ഞാൽ മാലാ ഐൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്ത, വലാ ഉദുൻ സമീഅത്, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിനും സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ് സ്വർഗം. എന്തിനാ അള്ളാഹു നമ്മളോട് അർശ തണലിനെ കുറിച്ച് പഠിപ്പിച്ച്?
എന്തിനാ അള്ളാഹു നമ്മളോട് നന്മ തിന്മകളെ കുറിച്ച് പഠിപ്പിച്ചത്? എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ വിവിധ ശാഖകൾ പഠിപ്പിച്ച്? നമ്മുടെ ജീവിതം ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ പറയും, ഒരു 10-20 കൊല്ലൊക്കെ ജീവിച്ച മനുഷ്യനെ പറ്റി പറയും, അയാൾ ഭയങ്കര സൗഭാഗ്യവാനാണ്. ജീവിതത്തിൽ മരണത്തിൽ സൗഭാഗ്യവും ദൗർഭാഗ്യവും നമ്മൾ നിർണയിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ 25-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നതെങ്കിലും അയാൾ സ്വർഗത്തിന് അവകാശിയായിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അയാളാണ് സൗഭാഗ്യവാൻ. ഒരാൾ 75-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നതെങ്കിലും അയാൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹനാകാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അയാൾ ദൗർഭാഗ്യവാനാണ്. ചില ആൾക്കാരെ മരണം കണ്ട് അവർക്ക് എല്ലാവരും കാണാൻ വരും, നേതാക്കളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ശുപാർശകൻ അയാളായിരുന്നു, ഇവിടെ ഒരു പ്രശ്നം വന്ന എല്ലാവർക്കും അയാൾക്ക് പോകാനുണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാൻ ക്വാളിറ്റി ഇല്ലാതെയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അയാൾ ദൗർഭാഗ്യവാനാണ്. നമ്മൾക്ക് സ്വർഗം കിട്ടണം, അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു. മക്കയിലെ ഏറ്റവും നല്ല മനുഷ്യനാരാ? റസൂലുള്ളാഹ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ താങ്കൾ മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്ന വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഒരു മുസ്ലിം എന്നാൽ എന്താ? ഒരു മുസ്ലിം എന്നാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കുറെ നമസ്കരിക്കുന്നവൻ, കുറെ നോമ്പെടുക്കുന്നവൻ, ഒരുപാട് സക്കാത്ത് കൊടുക്കുന്നവൻ, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവൻ അല്ല. ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ. നല്ല മുസ്ലിം എന്നാൽ നല്ല സ്വഭാവമുള്ളവൻ ആയിരിക്കണം എന്നർത്ഥം. അയാൾ നല്ല ദീനിയാണ്. സ്വഭാവം അത്ര പോരാ നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞാൽ അയാൾ ദീനിയല്ല എന്നർത്ഥം. ഒരാൾക്ക് ദീനുണ്ടോ അത് പ്രതിഫലിക്കേണ്ടത് അയാളുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ. നമ്മുടെ നമസ്കാരത്തിലൂടെയും നമ്മുടെ നോമ്പിലൂടെയും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൂടെയും പൂർത്തിയാകേണ്ട ഭാഗം അവനാന്റെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിന്റെയും പ്രതിഫലം, നമസ്കാരത്തിന്റെ പ്രതിഫലം അറിയും, നോമ്പിന്റെ പ്രതിഫലം ഒക്കെ നമുക്കറിയും. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനൊന്നും വേറൊരു ഭാഗമല്ല. സൽസ്വഭാവം ഇതിന്റെ മെയിനാണ്. ഈ നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും എല്ലാം പ്രതിഫലനങ്ങൾ ഉണ്ടാകേണ്ടത്, മെച്ചപ്പെടുത്തൽ ഉണ്ടാകേണ്ടത്, സംസ്കരണം ഉണ്ടാകേണ്ടത് അവനാന്റെ പെരുമാറ്റത്തിലാണ്. മാമിൻ ഷൈഇൻ ഫിൽ മീസാനി അസ്ഖലു മിൻ ഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവത്തെക്കാളും മീസാനിൽ കനം തൂങ്ങുന്ന വേറെ കർമ്മമില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹ് സ്വർഗത്തേക്ക് ഞാൻ കയറണം, സ്വർഗത്തിൽ ഫിർദൗസിൽ എത്തണം. അതുകൊണ്ട് തറാവി ഫർളൊന്നല്ലല്ലോ പള്ളിക്കന്ന്, സുന്നത്താണ്, ഇവിടെ നിസ്കരിക്കുക. പക്ഷെ നമ്മൾ പള്ളി വരുന്നു, 10 ഉറുപ്പ്യ സ്വതക്ക് കൊടുക്കാൻ പറ്റിയിട്ട് നമ്മൾ 100, 1000, 14 ലക്ഷം കൊടുക്കണോ? റവാത്തിൽ നിസ്കരിക്കണോ? സുന്നത്തോട് കൊടുക്കുന്നു. എന്തിന്? അള്ളാഹിന്റെ സ്വർഗത്തേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം. എങ്കിൽ അതിന് നാം ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ട അവനാന്റെ സ്വഭാവത്തിൽ ആ മാറ്റം വരണം, സ്വഭാവത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകണം. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ ഭാഗത്ത് ഒരു വീട് ഉറപ്പ് നൽകാൻ. ഇമൻ ഹസ്സന ഖുലുഖഹു, അവൻ യാതൊരുവനാണ് സ്വഭാവം നന്നാക്കുന്ന അവന്. പ്രവാചകന്റെ മയ്യത്ത് കൊണ്ടോ സ്വഹാബാക്കൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞു, നല്ലത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത്, നിർബന്ധമായി. മറ്റൊരിക്കൽ സ്വഹാബാക്കൾ പറഞ്ഞു മറ്റൊരു മയ്യത്ത് ഉണ്ടാകുമ്പോൾ നല്ലതൊന്നും ആർക്കും പറയാനില്ല, ദുഷിച്ച മാത്രം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത്, അയാൾക്ക് നിർബന്ധമായി. സ്വഹാബാക്കൾ പിന്നെ ചോദിച്ചു, റസൂലേ താങ്കൾ ആ വജബത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പ്രവാചകൻ പറയാം, നിങ്ങളൊരു മയ്യത്ത് കൊണ്ടുപോയപ്പോ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, വജബത്ത് ലഹു അൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. നിങ്ങൾ മറ്റൊരിക്കലും മയ്യത്തിനെ കുറിച്ച് മോശം പറഞ്ഞില്ലേ, വജബത്ത് ലഹു അന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായി. നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, നമ്മൾ ഇന്ന് മരണപ്പെടുന്നു, നമ്മുടെ മയ്യത്ത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ കുളിപ്പിക്കുന്നു, നമ്മളെ പറ്റി എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? പഠിച്ചോനെ,
ഇദ്ദേഹത്തെ ഇക്കാക്കാനെ കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ദീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ അടുക്കും ചിട്ടയിലും ജീവിച്ച ആളൊന്നല്ലായിരുന്നു. എന്നിൽ സംസ്കരണം ഉണ്ടാക്കിയത്, എന്നിൽ മാറ്റം ഉണ്ടാക്കിയത്, എനിക്ക് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തിരുത്തി തന്നത്, നീയുമായിട്ട് എന്നെ കൂടുതൽ അടുപ്പിച്ചത്, എന്നെ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് ഒക്കെ ഇക്കാക്കിയാണ് പടച്ചോനെ. എനിക്ക് ഇക്കാക്കാനെ കുറിച്ച് തൃപ്തി മാത്രമേ പടച്ചോനെ, സ്വർഗം കൊടുക്കണേ എന്ന് പറയോ? അല്ല, മൂപ്പര് ഫുള്ള് ദീനൊക്കെ തന്നെയേനി, പക്ഷെ അതിൻ്റെതായ ഒരു മെച്ചോ മൂപ്പര സ്വഭാവത്തിൽ ഇല്ലായിനി എന്ന് നമ്മളെ പറ്റി പറയോ? എന്താ നമ്മളെ അമ്മമാരും അമ്മായിമാരൊക്കെ പറയണ്ടേ? അമ്മായിമാനെ കുറിച്ച് എന്തേ മരുക്കൾ പറയണ്ടേ? മൂപ്പര് അല്ലെങ്കിൽ അമ്മായിമ്മ എനിക്ക് ഉമ്മാനെ പോലെ ആയിരുന്നു പടച്ചോനെ, ഉമ്മാനെക്കാളും ഇന്നല്ലോ മക്കളെ പോലെ സ്നേഹിച്ചിന് പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകളൊക്കെ പുറത്തിന്നെ കുറെ തിരുത്തി എന്നെ മനോഹരമാക്കി കൊണ്ടുവന്നതിന് പഠിച്ചോനെ എന്ന് പറയോ? അതല്ല, ആകെ കൂടി അങ്ങോട്ട് ഇടങ്ങേറാക്കലേനി. കുട്ടീനും പിടിച്ചതിനും ഒക്കെ പ്രശ്നേനി. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല, മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് മുട്ടയിക്കാൻ പോകാൻ പറ്റൂല, ഒന്ന് മാപ്പിളുടെ ഒപ്പം യാത്ര പോകാൻ പറ്റൂല, എല്ലാത്തിനും കുഴപ്പേനി. ഞാൻ കുനുകുന വർത്താനം കേൾക്കണ്ടല്ലോ, സമാധാനായി എന്ന് പറയോ? എന്തേ അയൽവാസി പറയണ്ടേ? മൂപ്പരുള്ള എനിക്കൊരു ധൈര്യം എന്ന് പറയോ? ഞാൻ എവിടേക്കേലും പോകുകയാണെങ്കിൽ വീട് വിശ്വസിച്ചേൽപ്പിച്ച് കൊടുക്കാരി എന്ന് പറയോ? നല്ലൊരു മനുഷ്യനേനി എന്ന് പറയോ? അല്ല, മൂപ്പരുള്ളിടത്തോളം ഇടങ്ങേറേ. എന്റെ വണ്ടി ഒന്നും പിരിക്കുമ്പോ മൂപ്പര മുറ്റത്ത് എങ്ങാനും ആയാ പ്രശ്നേ. എന്റെ വീട്ടിൽ നിന്ന് ഒരു പോയി മൂപ്പര മുറ്റത്ത് കൂടെ മണ്ടിയാ പ്രശ്നേ. ആ ഇലങ്ങാൻ അപ്പുറത്തേക്ക് ചാടിയാ കുഴപ്പേനി. രാത്രി വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് ഉറപ്പ് കുട്ടികൾ കരഞ്ഞാ കുഴപ്പേനി. ഞാൻ സമാധാനക്കേടില്ലല്ലോ അൽഹംദുലില്ലാ എന്ന് പറയോ? ഒപ്പം സൊപ്പിൽ നിൽക്കണ മനുഷ്യൻ എന്താ പറയാ? തൊട്ടീനും പിടിച്ചീനും ബൾബിട്ടാലും കുഴപ്പം, ഫാനിട്ടാലും കുഴപ്പമില്ല, അടങ്ങാറാക്കലിന് മിൻസം, ഇനി അൽഹംദുലില്ലാ അത് കേക്കണ്ടല്ലോ എന്ന് പറയൂ? നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യന്മാരെന്താ പറയണ്ടേ? മനസ്സിലാക്കുന്നതെന്ന് പറയാ, റസൂലിന്റെ കൂടെ ഞാൻ 10 കൊല്ലം ജീവിച്ചു പ്രവാചകന്റെ വീട്ടിൽ. പക്ഷെ ഉഫിൻ, എന്നോട് റസൂല് ചേർന്ന് പറഞ്ഞിട്ടില്ല. വലാലിമ സ്വനായത്, നീ എന്തിനാ ചെയ്ത ചോദിച്ചില്ല, എന്തേ ചെയ്യാത്ത പറഞ്ഞില്ല. ശരി, നമ്മുടെ ജീവനക്കാരനാകുമ്പോ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോ തന്റെ കീഴിൽ ഇതൊക്കെ ചോദിക്കേണ്ടി വരും, ശരി. പക്ഷെ ഞാൻ ഒരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരാളെ ഞാൻ ഇടങ്ങേറാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഗൗരവത്തിൽ ആലോചിക്കും. നമ്മൾ ഒരാളെ പറ്റി നല്ലൊരു എപ്പോഴാ പറയില്ല. ഒരു കല്യാണം വരികയാണ് മകന്റെ, ഒരാൾ എന്നിട്ട് പറയാം നമുക്ക് ഒരു നല്ലോരാട്ടോ എന്ന് പറയാൻ നമുക്ക് അതിന് വേറെ അർത്ഥം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം ഉദ്ദേശം നല്ലോ മനസ്സിലാവും. നമ്മൾ കച്ചവടം ഉറപ്പിക്കുകയാണ്, വാപ്പ കാര്യമായിട്ട് കച്ചവടം, അത് മറ്റേ കൊണ്ടോട്ടിത്ത് വിലയിട്ടാ, അത് ഞമ്മക്ക് മാണ്ടട്ടോ, അത് ഞമ്മക്ക് പറ്റൂലട്ടോ എന്ന് വാപ്പ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നമ്മള് ബെൻസിലും ഒരു മാരുതിയിലായിരുന്നു പറ്റൂല എന്നാണോ? നമ്മൾ നല്ല കൂട്ടും സൂട്ടും, അയാൾ ആ കള്ളിക്കൊണ്ട് അടക്കില്ല അതുകൊണ്ടാണോ? അല്ല, ഇതൊക്കെ നമ്മക്കത് മനസ്സിലാവും. എങ്കിൽ അവനവൻ നല്ല, എല്ലാവർക്കും നല്ലവരെ ഇഷ്ടം, നല്ല സ്വഭാവം ഉണ്ടാകണം. സാന്ദർഭികമായിട്ട് പറയാം, അവനാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നല്ല സ്വഭാവം കൂടി എന്റെ കുട്ടിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കണം. കുടുംബ ജീവിതം ഏറ്റവും മനോഹരാകണം. നമ്മൾക്ക് തണുപ്പാകേണ്ട ഒന്ന് വീടാ. എവിടെ പോയാലും തിരിച്ചെത്താനുള്ളത് വീട്ടിക്ക. ആ വീട് നമ്മൾക്ക് മസ്കനാകണം എന്നാ ഖുർആൻ പഠിപ്പിച്ചത്. സമാധാനത്തിന്റെ കേന്ദ്രമാകണം. ആ സമാധാനത്തിന്റെ കേന്ദ്രമാകണമെങ്കിൽ അച്യുതണ്ട് എമ്മയും ബാപ്പയ, ഭാര്യയും ഭർത്താവാം, അവർ തമ്മിൽ ബന്ധം റെഡിയാകുന്ന വേണം. ഗൗരവത്തിൽ ആലോചിക്കുക. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളെ മകന് വിവാഹം കഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മകന്റെ വധുവായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെ നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കണം? ഓനെ കുറെ ഇടങ്ങാറാക്കിയാലും ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല, രാവിലെയും വൈകുന്നേരവും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കണം. അങ്ങനെ നിങ്ങളുടെ മരിയോളെ മകന്റെ കൂടെ നിൽക്കണം നിങ്ങൾ കൊതിക്കണം. അതല്ല, ഫുഡ് കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും എന്റെ മകന് സമാധാനം കൊടുക്കണ ഒരു പെണ്ണായാൽ മതി നമ്മൾ ആഗ്രഹിക്കണം. ഏതാ നമ്മൾ ആഗ്രഹം? അതേപോലെ അവന്റെ ഉമ്മയും ബാപ്പയായി ഞങ്ങളോട് കുറച്ച് തട്ടിക്കയറിയാലും
ഓന്റെ ചങ്ങായിമാര് വരുമ്പോ ഓരോട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ കുട്ടിയായാൽ മതി, ഇതാണ് നമ്മൾ ആഗ്രഹം? അല്ല. സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ കുറച്ച് അങ്ങട്ടോ ഇങ്ങോട്ടോ ആണെങ്കിലും ബാപ്പി ഇമ്മിയായ ഞങ്ങളെ ആദരിക്കുകയും ഞങ്ങളോട് നല്ല നിലയിൽ നിൽക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കണത്. വീട്ടിലെ ജോലികളൊക്കെ അത്രയൊന്നും അറിയില്ല, ഇതിലൊപ്പം അങ്ങനെ സഹായിക്കും. എന്നാലും ഓലെ പെരുന്ന് വർത്താനം ചോദിക്കുമ്പോ അമ്മ എനിക്ക് ഇവിടെ സുഖമാണ്, മനുഷ്യ സഹജമായ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉമ്മ എനിക്ക് ഇവിടെ സുഖാണ് എന്ന് പറയണ മര്യാദ നിങ്ങൾക്ക് ഇഷ്ടം എങ്കിൽ ലോകത്തെ എല്ലാ ആണുങ്ങൾക്കും ഇതാ ഇഷ്ടം. നിങ്ങളെ മര്യാദക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഒന്നും ഇസ്ലാമിലില്ല. നിങ്ങളെ മര്യാദക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, നിങ്ങളെ മകന് വേണ്ടി മാത്രം പ്രത്യേക വിവാഹ സങ്കല്പം ഒന്നും ദീനിലും ദുനിയാവിലും ആർക്കില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ അവനാന്റെ ബേസ് എന്താകണം എന്നറിയോ? ഒരു പെണ്ണ് മരണപ്പെടുമ്പോ അവളുടെ ഇണക്ക് ഭർത്താവിന് അവളെ കുറിച്ച് തൃപ്തി ഉണ്ടെങ്കിൽ ദഹലത്തിൽ ജന്ന, അവള് സ്വർഗത്ത് പ്രവേശിച്ചു. അതിന്റെ അർത്ഥം എന്താ? കൊടികുത്തി മഹലിൽ നിങ്ങൾ മരണപ്പെടുന്നു, സഹോദരിമാരെ, നിങ്ങൾ മരണപ്പെടുന്നു, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സമയത്ത് നിങ്ങളുടെ ഇക്കാക്ക നിങ്ങളെ കുറിച്ച് സന്തോഷവാനായിട്ടാണ്, നിങ്ങൾ മരണപ്പെട്ടു പോയതിൽ അതീവ ദുഃഖിതനായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് തൗഹീദും ആരാധനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മുഴുവൻ കവാടം തുറക്കപ്പെടുന്നു. പറഞ്ഞല്ലോ, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. ഇക്കാക്കയാണ് എന്റെ സ്വർഗം, ഇക്കാക്കയാണ് എന്റെ നരകം. ഇതാണ് മാനദണ്ഡം. ഇതിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ആലോചിക്കണ്ടേ? ഒരു പുരുഷൻ, ഒരു ഭർത്താവ് എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നോ അവിടെയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിക്കാരം. പടച്ചോനെ ഒരു നിരക്കും പാളിച്ച പറ്റരുതേ എന്ന് വിചാരിക്കുന്ന മേഖലയിലൊക്കെ നമ്മൾക്ക് പാളിച്ചും പറ്റും. എന്നിട്ട് നമ്മൾ പറയും ഞാൻ അതുണ്ടാക്കി തരുന്നില്ലേ, ഞാൻ അതുണ്ടാക്കി തരുന്നില്ലേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭർത്താവിന്റെ വാപ്പിയും നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് ആരാ വാപ്പ? നിങ്ങൾ എളാപ്പിയോ മൂത്താപ്പിയോ ഒന്നുമല്ല, നിങ്ങൾ അയൽവാസിയല്ല, പള്ളിക്കത്തെ മൗലവിയാണല്ല. പിന്നെ ആരാ? അത് അവനാന്റെ വാപ്പയാ. ഭർത്താവിന്റെ ഉമ്മ നിങ്ങൾക്ക് ആരാ? അത് ഇളയാമിയും മൂത്തമ്മയും കുഞ്ഞാമിയും ഒന്നുമല്ല, നിങ്ങളുടെ ഉമ്മയാണ്. എങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് അവനാന്റെ അമ്മയും ബാപ്പയാണെങ്കിൽ ആ ബാപ്പാനോടും ആ അമ്മാനോടും നിങ്ങൾ തെറ്റുകയും കച്ചറ കൂടുകയും പ്രശ്നം ഉണ്ടാക്കുകയും അലമ്പുണ്ടാക്കുകയും ചെയ്ത് കാക്ക വന്നിട്ട് കാക്കാനോട് കാക്കാന്റെ അമ്മാനെയും ബാപ്പാനും തമ്മിലുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മുഴുവൻ തെറ്റിച്ചാൽ അവസാനം നിങ്ങൾക്ക് ഞാൻ ചോറുണ്ടാക്കി തരുന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ പ്രശ്നം, എന്താ കാര്യം? സ്വയം ആലോചിച്ചു. ഗൗരവത്തിൽ ഇതാണോ മതിപ്പ്? ഇങ്ങനെയാണോ മതിപ്പ് ഉണ്ടാകണ്ടേ? ബിരിയാണി നെയ്ച്ചോറും കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ മൂപ്പരമ്മാനോടും ബാപ്പാനോടും നല്ല നിലക്ക് നിൽക്കുകയും മൂപ്പരോട് മധുരമായി പെരുമാറുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ജീവിതമാണല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യലാണോ വിഷയം? ഏതാർക്കും വേണ്ടി? ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടി ഒച്ചമുളയൊക്കെ ഉണ്ടാക്കി എല്ലാരും അറിയിച്ച് അത് വലിയൊരു പ്രശ്നമാക്കി അത് നിങ്ങളെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അങ്ങനെ അത് തീർപ്പാക്കലാണോ? അല്ല. ഒരു പ്രശ്നം നിക്കാക്ക, ഒരു കുഴപ്പമുണ്ട്, നമുക്കത് ഇങ്ങനെ പരിഹരിക്കലേ, എന്താ നിങ്ങളെ അഭിപ്രായം? അയാളെ അഭിപ്രായത്തിലാണ് നിങ്ങളെ സ്വർഗം. ഭർത്താവ് ആ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനത്തിലാണ് ഭാര്യയുടെ സ്വർഗം എന്ന ബോധ്യം ഉണ്ടാവണ്ടേ? നാളെ പരലോകത്ത് ഒരു പെണ്ണിന് ഒന്നാമത്തെ ചോദ്യമാണ് നമസ്കാരത്തെ കുറിച്ചും രണ്ടാമത്തെ ചോദ്യം ഭർത്താവിനോടുള്ള കടമയെ കുറിച്ചുമാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വാതിലടച്ച് ഇക്കാക്കാണ് ചോദിക്കണം, ഇക്കാക്ക എന്റെ ജീവിതത്തിൽ എന്റെ പെരുമാറ്റം നിങ്ങൾ തൃപ്തയാണോ? നിങ്ങൾക്ക് അത് തൃപ്തരാണോ? ഞാൻ എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ കളിയാക്കാൻ വേണ്ടി ചോദിക്കല്ല, നിങ്ങളെ തൃപ്തിയിൽ എന്റെ സ്വർഗമുള്ളേ. അതുകൊണ്ട് ഗൗരവത്തിൽ നിങ്ങളെ വിഷയം ഒന്ന് ആത്മഹത്യ പറയാൻ ചോദിക്കണം. അവനാന്റെ സ്വർഗത്തിന്റെ വിഷയം എന്നുള്ള ബോധ്യം നല്ലോണം നമുക്ക് ഉണ്ടാകണം. നമ്മളിങ്ങനെ നിസ്കാരത്തിൽ പാളിച്ച് സംഭവിക്കുന്ന കാര്യമൊക്കെ നമുക്ക് ഭയങ്കര ബേജാറാണ്. ചിലർ പറയും ഞാൻ നിസ്കാരത്തിന് ഇങ്ങനെ 3 വട്ടം തുമ്മി അറിയാതെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, എന്റെ നിസ്കാരം പോകുമോ? നമ്മളെ പേടിയാണ്. ഞാൻ മലമൂത്ര ഞാൻ നിർവഹിച്ച് വൃത്തിയാക്കിയപ്പോ ചെറിയ അടയാളം അവിടെ മണി കണ്ടു, അതോ നിസ്കാരം സ്വീകരിക്കുമല്ലേ? നമുക്ക് പേടിയാണ്. പക്ഷെ അവനാന്റെ സ്വർഗം ഭർത്താവിന്റെ തൃപ്തിയിലാണെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുമ്പോ ആ വിഷയം നമ്മൾക്കൊരു ബേജാറില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ? എത്രയോ ഭർത്താക്കന്മാര് രാത്രി 11 മണിക്കും 12 കൊട്ടപ്പുറങ്ങാടിയിലും കൊണ്ടോട്ടങ്ങാടിലും കൊടികുത്തി പറമ്പിൽ നിൽക്കണ്ടല്ലോ. എന്തേ? സ്വന്തമായിട്ട് പെരല്ലാത്തോണ്ടാ? വീട്ടിൽ AC ഇല്ലാത്തോണ്ടാ? അവിടെ എല്ലാം മക്കൾ സ്വന്തം ചോര ഇല്ലാത്തോണ്ടോ? അല്ല.
പിന്നെന്തേ അവിടെ പോയാൽ അങ്ങനെ കുനുകുനു കുനാന്നുള്ള വർത്താനം അങ്ങനെ കേൾക്കണേ, ഞൊടുങ്ങി ഞൊടുങ്ങി പറഞ്ഞ വർത്താനം കേൾക്കേണ്ടിരുന്നുള്ളോണ്ടാ. നമ്മൾ ആലോചിക്കേണ്ട അവനാന്റെ സ്വർഗം, വീട് മസ്കനാകുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഭാഗമാണ്. ഈ ഉമ്മാനെ പറ്റി പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, ഭാര്യയെ കുറിച്ച് സംസാരിക്കാൻ കുറെ ആൾക്കാർ, പക്ഷെ ആരും ഭർത്താവിനെ കുറിച്ചും പാപ്പാനെ കുറിച്ചും പറയില്ല. ഒരു പെണ്ണിന് പ്രശ്നം വന്നാൽ പറയാൻ 100 ആൾക്കാരുണ്ടാവും. ആദ്യം ഓളോളം ഉമ്മാക്ക് വിളിച്ചു, കുടുംബക്കാരെ വിളിക്കും, അനിയത്തിമാരെ ഏട്ടത്തിമാരും വിളിച്ച് പ്രശ്നം പറയും. ഇത് ഭർത്താവും ഗൗരവത്തിൽ അതിലാണ്. എപ്പോഴെങ്കിലും ഭാര്യയുമായുള്ള പ്രശ്നം ദുനിയാവിൽ ആരോടെങ്കിലും പറയും? സ്വന്തം ഉമ്മാനോട് പറയാം, ബാപ്പാനോട് പറയാം, ആരോടും പറയില്ല. പറഞ്ഞ അവനാന്റെ മോശത്തരാണെന്ന് പറയും. കഴിവില്ലാത്തതുകൊണ്ടാണ്. ഒരു പെണ്ണ് ഒളിച്ചൂടെ 2 ദിവസം നാടര പെണ്ണിനെ കുറ്റം പറയും, 3-ാമത്തെ ദിവസം ഭർത്താവിനാണ് മുഴുവൻ കുറ്റം കേൾക്കേണ്ടി വരിക. അയാളുടെ മോശത്തരം, അയാളുടെ പ്രശ്നം. ഈ ലോകത്ത് ഏറ്റവും പ്രയാസപ്പെടുന്ന ആരാന്നും ഭാര്യമാരെ ആലോചിച്ചോളി. ഞങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് ആരാന്ന് ഗൗരവത്തിൽ ആലോചിച്ചോളി. ഈ ലോകത്ത് ഏറ്റവും പ്രയാസപ്പെടുന്നത് വിധവകളായ ആയിരക്കണക്കിന് ഭാര്യമാര് ലോകത്തുണ്ട്. പോയി അവന്റെ ഭർത്താവ് ആരാന്ന് ചോദിച്ചു നോക്കി. അവർക്ക് 4-5 മക്കളൊപ്പം ഉണ്ടാവും, ബാപ്പിയും ജീവിച്ചിരിപ്പുണ്ടാവും, ആങ്ങളാരുണ്ടാവും, മൊബൈൽ സ്വന്തമായിട്ടുണ്ടാവും, വണ്ടി സ്വന്തമായിട്ടുണ്ടാവും, ജോലി ഉണ്ടാവും. എന്തേ ജീവിതത്തിൽ ഏറ്റവും നഷ്ടം വെച്ച് നോക്കി? ഇക്കാക്ക പോയതാണെന്ന് പറയും. ഇക്കാക്ക പോയതാ. ഒന്നും വേണ്ട, വീടിന്റെ ചാരി കസേരമ മൂപ്പർ ഇരുന്നാ മതി, സുഖല്ലേ, ഞാൻ കൊയമ്പിട്ട് കൊടുത്തോളാം, ഞാൻ നോക്കി നടക്കണം, പറയാൻ എനിക്കൊരാളുണ്ടായാ മതി എന്ന് പറയും. അഡ്രസ്സാ. അതാരാ? അത് വളപ്പില് വീരാന്റെ ഭാര്യ ഹദീസിയ എന്ന് പറഞ്ഞ അഡ്രസ്സാ. ആ അഡ്രസ് നഷ്ടമായ ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ട്. അപ്പുറത്തെ വീട്ടിലെ താത്ത ഇങ്ങനെ മാപ്പന്റെ കൂടെ ബൈക്ക് പോകുമ്പോ അവനാന്റെ മക്കൾ സർട്ടിഫിക്കറ്റ് സൺ ഓഫ് മുഹമ്മദ് എവിടെ ചോദിക്കും, മകനെ കണ്ടപ്പോ പറയാൻ ഒരാളുണ്ടാവില്ല. കല്യാണവും സൽക്കാരവും വിവാഹവും നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ വീട്ടിലെ കാര്യം ഭംഗിയാക്കി പോകൂല, ഇടങ്ങാറാവും. നമ്മൾ ആലോചിക്കണ്ടേ, ആ അഡ്രസ് ഒപ്പുണ്ടാവുമ്പോ അയാളുടെ തൃപ്തിയിലാണ് അവനാന്റെ സ്വർഗം എന്നുള്ള ബോധ്യം ഉണ്ടാവണം. സാധാരണ ഇങ്ങനെ പറയും, മക്കൾക്ക് വേണ്ടി മരണപ്പെടാനും ഉമ്മാര് റെഡിയാക്കാറ്, പക്ഷെ മരക്കളെ ജീവിക്കാൻ അമ്മായിമാർ അയക്കൂല എന്ന് പറയും. എല്ലാരും നല്ലട്ടോ, എനിക്കിവിടെ ഒരു കുടുംബത്തെ അറിയില്ല. അതുകൊണ്ട് അവനെ ആരെങ്കിലും പറ്റി പറയാൻ തോന്നും വേണ്ട, ഒന്നിനും അയക്കൂല. മക്കളെ കൂടെ ഒന്ന് പുറത്തു പോകാൻ അയക്കൂല, വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ, ബെഡ്ഷീറ്റ് പുതിയ വാങ്ങാൻ പോലും അയക്കൂല. ഭർത്താവിന്റെ അടുത്ത് നിന്നിട്ട് പരാതി പറയും, സ്വാഭാവികമായിട്ട് പെണ്ണ് പറയും, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഭർത്താവ് എന്താ പറയാ? അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും. ശരി, ഇത് അമ്മായിമാരെ കേൾക്കണ്ടെങ്കിൽ ചോദിക്കുക, എത്ര കൊല്ലം നിങ്ങളുടെ മരുമകൾ അഡ്ജസ്റ്റ് ചെയ്യണം? 1 മാസോ? 1 കൊല്ലോ? ആയുഷ്കാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യേ? അപ്പയാ പലരും വീട് മാറിപ്പോലുണ്ടായാലും. നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, അവനാന്റെ മക്കൾ വീട് മാറിപ്പോയത് സന്തോഷത്തോടു കൂടിയാണോ, അതോ നിക്കക്കള്ളില്ലാതെ ഇടങ്ങേറായിട്ടാണോ എന്ന് ആലോചിക്കുക. ഞാൻ മരിക്കുമ്പോ എന്റെ മരക്കൾ ആശ്വാസമായി എന്ന് പറയോ, അതോ എനിക്ക് വലിയ നഷ്ടമായി എന്ന് പറയോ? സ്വയം ഗൗരവത്തിൽ ആലോചിക്കുക. വളരെ ഗൗരവത്തിൽ വിഷയത്തെ നോക്കിക്കാണാം. അവനാന്റെ അമ്മയും ബാപ്പയും എന്താ നമ്മളെ പറ്റി പറയണ്ടേ? ഉമ്മാനോടും ബാപ്പാനോടും നമ്മളൊക്കെ ഇപ്പൊ പെരുമാറുന്ന പെരുമാറ്റം എന്താന്ന് ആലോചിക്കും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള പ്രാർത്ഥന അവസാനം സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നമ്മളെന്നാ പ്രാർത്ഥിച്ചതെന്ന് ആലോചിക്കും. ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഉമ്മയുടെയും ബാപ്പയുടെയും ത്യാഗം, അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അത് നമ്മുടെ സംസാരത്തിൽ ദിവസം 1 വട്ടമെങ്കിലും വരണം എന്നാണ്. 1 വട്ടെങ്കിലും വരണം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അത് വരണം. ചെങ്ങായിമാരെ കുറിച്ചൊക്കെ ഞമ്മക്ക് തന്നെ വാതോരാന്ന് പറയണ്ടോ? കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് സ്റ്റാഫ് റൂമിൽ ഒരു കുട്ടിനെ കൊടുത്തു, 10ാം ക്ലാസ്സുകാരൻ, ഫ്രീ ഫയറിന് അടിമപ്പെട്ട്. അവൻ ആകെ ഉമ്മ മാത്രമുള്ളത്. ഉമ്മ മൊബൈല് വാങ്ങി വെച്ച ദേഷ്യം കൊണ്ട് ഉമ്മാനെ നേരെ അവൻ കത്തി ചൂണ്ടി. ഉമ്മാനെ വീടിന്റെ അകത്തിട്ട് പൂട്ടിയോ ഇറങ്ങിപ്പോയി. ഉമ്മാക്ക് അവനെ കാണുന്നത് പേടിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാ? ഉമ്മയൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ ഫുള്ള് ചെങ്ങായിമാരെപ്പോഴും ഉണ്ടാല്. ഞാൻ ചോദിച്ചോ,
നിന്റെ ചങ്ങായിമാർ എനിക്ക് ചെയ്യുന്ന 5 ഉപകാരങ്ങൾ പറയും. ഓനിങ്ങനെ എണ്ണി എനിക്ക് ചായ അങ്ങ് തരും, നിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, കട്ടക്ക് സപ്പോർട്ട് ചെയ്യിക്കാലോ. പിന്നെ 3 കഴിഞ്ഞ പോലെ ഡയലോഗൊക്കെ തീർന്നു. ശരി, ഉമ്മ ചെയ്ത ത്യാഗം പറ. എണ്ണിയാ തീരും, നമുക്ക് എണ്ണിയാ തീരും. അവനവന്റെ ചങ്ങായിമാരെ കുറിച്ച് വാതോരാതെ പറയാൻ നമുക്ക് പലതുണ്ട്. പക്ഷെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് പറയാൻ നമുക്കൊന്നിനും നേരല്ല. ഫാദേഴ്സ് മദേഴ്സ് സ്റ്റാറ്റസ് വെക്കൽ അമ്മാരോടും പാപ്പാനുള്ള സ്നേഹം അല്ല, അല്ല. ഏതെങ്കിലും മൗലവി ആപ്പാനിമാനും പറ്റി പറയുന്ന സ്റ്റാറ്റസ് താഴെ ഇമോജി കൊടുക്കല സ്നേഹം അല്ല. അവനാന്റെ ഉമ്മാക്കും ബാപ്പാക്കും നമ്മുടെ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തോന്നണം എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്, എന്നെ ഭയങ്കര കാര്യാന്നുള്ളത്, എന്നെ പരിഗണിക്കണ്ട് എന്നുള്ളത്. അപരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്ന ഇഷ്ടം. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര പക്വതയോടെ കൈകാര്യം ചെയ്യുകയും നിങ്ങളോട് വാപ്പി ഇമ്മിയായ നിങ്ങളോടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ കുറെ പക്വത നടന്ന് ഇതങ്ങൾക്ക് ഇഷ്ടം. അതല്ല. വാപ്പയും ഉമ്മയുമായ നിങ്ങളോട് വർത്തമാനങ്ങൾ പറയുകയും വാപ്പ സുഖല്ലേ, ഉമ്മ സുഖല്ലേ, അമ്മ മരുന്ന് കുടിച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും അതിന്റെ കൂടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മക്കൾക്ക് ഇഷ്ടമാണ്. തിരിച്ചും ഇങ്ങനെ തന്നെയാണ്. വീട്ടിലത്തെ എല്ലാ കാര്യം നോക്കുന്ന വാപ്പ മക്കളോടൊന്നും സംസാരിക്കാത്തൊരു വാപ്പ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മക്കളെ സംസാരിക്കണം, മക്കളുടെ കൂടെ ഇരിക്കണം, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം, സ്നേഹം കൊടുക്കണം. കിൻഡർ ഗാർഡനിലെ മക്കളെ ചേർക്കാൻ പറ്റുമോ ചോദിക്കുന്ന അമ്മമാരുണ്ട്. ജോലിക്ക് പോകണം, മക്കളോട് ഇങ്ങനെ ഏൽപ്പിക്കണം, ഇസ്ലാമിന് ഹറാമൊന്നല്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത പ്രയോറിറ്റി, മുൻഗണന മക്കൾക്ക് കഴിഞ്ഞോ ജോലിക്ക് കഴിഞ്ഞോ എന്ന് ആലോചിക്കാം. അല്ല, നാളെ ഭാവിയിൽ മക്കള് വലുതായി ഓൾക്ക് ജോലിക്ക് പോകേണ്ട സമയത്ത് നിങ്ങളെ പെரிய ശല്യമായി നിൽക്കുമ്പോഴേ നിങ്ങളെ നോക്കാൻ ഏതെങ്കിലും ആയിനെയോ നിങ്ങളേതെങ്കിലും ഉത്സവത്തിലോ കൊണ്ടുപോയി ആക്കുമ്പോൾ ആ നേരത്തെ ആയത്തോ നിൽക്കരുത്. അപ്പൊ ഹദീസ് പറയാൻ നിൽക്കരുത്. മക്കള് പറയും, ചെറുപ്പത്തിൽ എനിക്ക് തന്നൊക്കെയാ തിരിച്ചു തരുന്നുണ്ട്, നല്ല റൂം എന്നില്ലേ തിരിച്ചു തന്നു, അതിനേക്കാൾ നല്ല റൂം ഇവിടെ ഉണ്ട്, ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെക്കാളും പല മെനു ഇവിടെ ഉണ്ട്, ഒക്കെ റെഡിയാ, എനിക്ക് സ്നേഹം തന്നില്ല, ഞാൻ തരുന്നില്ല, കഴിഞ്ഞു, ഖലാസ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ എന്നുള്ള പ്രാർത്ഥന അവിടെ തിരിഞ്ഞു കൊത്തുന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. ലോകത്ത് എത്രയോ വാപ്പാരുമാരും അവനാന്റെ ജീവിതത്തിന് സന്തോഷത്തിന് വേണ്ടി മക്കളെ കൊല്ലുന്നവരുണ്ട്, ഗർഭം അലസിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെ അമ്മയും ബാപ്പിയായി ചെയ്തിട്ടില്ല. അവർക്ക് ഇന്നത്തെ തലമുറ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതം, ഞങ്ങളെ ലൈഫ് ഞങ്ങൾക്ക് തോന്നിയ പോലെ നമ്മുടെ അമ്മയും ബാപ്പി തീരുമാനിച്ച് നമ്മളവരെ ദുനിയാവിൽ ഇപ്പൊ ഉണ്ടാവില്ല. ചെറുപ്പത്തിൽ എന്റെ പെങ്ങൾക്ക് കുട്ടിക്ക് 6 മാസം കഴിഞ്ഞാൽ കുട്ടിന്റെ അടുത്ത് നിന്ന് 2 മിനിറ്റ് മാറി നിന്നാൽ ഉടനെ തിരിച്ചു വരും. കാരണം അവൾക്കറിയും ടവല് മുഖത്തേ കുട്ടി ഇട്ടിട്ടുണ്ടാവും, ശ്വാസം കിട്ടാതെ കുട്ടി നിൽക്കുകയാരോ, ആ 2 മിനിറ്റ് എങ്ങാനും 4 മിനിറ്റ് ആയ കുട്ടി തീരും. അങ്ങനെ നോക്കിയതാ നമ്മളെ. നടത്തം പഠിച്ചപ്പോ റോഡിലേക്ക് പലവരും നമ്മൾ ഓടിയപ്പോ പിറകെ വന്ന് പിടിച്ചതാ വാപ്പിയമ്മയും. അന്ന് നമ്മൾക്ക് നൽകാതിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഇപ്പത്തെ നമ്മളെ ജീവിതം. ആ അമ്മാനോടും ബാപ്പാടും നമുക്ക് കടമയും കടപ്പാടും തീർത്താ തീരൂല. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചു, അള്ളാന്റെ വിധി ഒരു വിഷയത്തിൽ ഉണ്ടായി, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ മറ്റൊരാളെ ആരാധിക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാനോടും ബാപ്പാനോടും നന്മയെന്ന് അള്ളാന്റെ കൽപ്പനയാണ്. അത് നമ്മൾ ചെയ്യണം, അത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. അവരെ നമ്മൾക്ക് വേണ്ടി കുറെ ജീവിതത്തിൽ ത്യാഗം മാറ്റി വെച്ചോരാ. 8ാം ക്ലാസ് എത്തിയപ്പോൾ വാപ്പയും ഉമ്മയും ഓൻ വലുതായില്ലേ, ഓൻ അവന്റെ കാര്യം നോക്കിക്കൊണ്ട് തീരുമാനിച്ചില്ല, വാപ്പ ഗൾഫിൽ തന്നെ നിൽക്കുക. മക്കൾക്ക് വേണ്ടി ബാപ്പയും ഉമ്മയും തമ്മിലുള്ള ദാമ്പത്യം ഉമ്മയും ബാപ്പയും ഞമ്മക്ക് വേണ്ടി ഒഴിവാക്കുക, അവർ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവനാ വളർന്ന് വലുതായി അവരെ മുകളിലെ ശമ്പളവും വലുപ്പമായപ്പോ അവനാന്റെ ചങ്ങായിമാരോട് വർത്താനം അത്ര പോലും ഉമ്മാന്റെ ബാപ്പാട് വർത്താനം പറയാൻ നമുക്ക് നേരല്ല. നമ്മളങ്ങനെ പോലെ ശത്രുക്കളായിട്ട് കാണും. നമ്മളെ ATM കൗണ്ടറും വേലക്കാരെയൊക്കെയാണ് ഉമ്മാനെയും ബാപ്പാനെയും കണ്ടോണ്ടിരിക്കുക. ഇതാ സ്നേഹം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ റിട്ടയർ ആകാന്ന് കരുതുക, ഒരു അധ്യാപകൻ റിട്ടയർ ആവാൻ, അയാൾ പറയില്ലേ, ഇത്ര കാലം
രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഒരു സൊയലുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് നിൽക്കുമ്പോ ഒരു ഇടങ്ങേറ്. ദിവസം ടർഫില് പോലെ ചങ്ങായി കാല് ലിഗമെന്റ് പൊട്ടി പെരേ കടപ്പിലായ ഓൻ പറയൂലേ, എന്നും കളിച്ചോണ്ടൊക്കെ നിൽക്കുമ്പോ കളിച്ചാക്കുമ്പോ ഒരു വല്ലാത്ത ഇടങ്ങേറ്. ദിവസം വീട്ടിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയുമ്പോ അപ്പുറത്തൊരു മനുഷ്യൻ സലാം അടക്കാൻ ഉണ്ടാവുമ്പോ രസം. ആ സലാം പെട്ടെന്ന് നിന്ന് പോകുമ്പോഴേ എന്തേക്കാരന്റെ അവസ്ഥ എന്ന് വെറുതെ ആലോചിക്കണം. നമ്മളെ സലാം അടക്കാൻ ഉമ്മയോ ബാപ്പയോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഉമ്മാന്റെ കുട്ടിന്റെ പാലില്ലെങ്കിലും ഉമ്മ ഉണ്ടാവുട്ടോ എന്ന് പറയുന്ന ഒരു ഉമ്മ ഉണ്ട് അവിടെ. നമ്മളെ പ്രയാസം ദുനിയാവിൽ നമ്മളെ ഭാര്യക്കും ഉമ്മക്കും മനസ്സിലാവണമെങ്കിൽ നമ്മോട് പറയണം. പക്ഷെ ഉമ്മാക്കും ബാപ്പാക്കെ പടച്ചോൻ സഹായിച്ചത് വേണ്ട, മുഖത്തുനിന്ന് വായിച്ചെടുക്കും. വീട്ടിങ്ങനെ എത്തി ക്ഷീണം കൊണ്ട് കാലിടറി ഇങ്ങനെ ഷൂസ് അയക്കുമ്പോ ഉമ്മ പറയും, എന്റെ കുട്ടി പോയി കുറച്ചുനേരം ഉറങ്ങിക്കോ, ഒരു ക്ഷീണം ഉണ്ടല്ലോ. ഉമ്മാക്ക് അത് മനസ്സിലാവും, ഉമ്മാക്കേ അത് മനസ്സിലാവുള്ളൂ. ആരില്ലെങ്കിലും നമ്മൾ ഒപ്പുണ്ടാകുന്ന ഒരാൾ. ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരാരെങ്കിലും അറിയും? അവനാന്റെ നല്ല പങ്കാലത്ത് ഉമ്മാനും ബാപ്പാനും നോക്കാൻ പറ്റാതെ ഒരു മരിച്ചുപോയ മനുഷ്യന്മാരാണ്. ഒറ്റ പ്രതീക്ഷമായി ജീവിക്കണം. തൗഹീദ് ഉണ്ടെങ്കിൽ, ബാപ്പാക്കും ഉമ്മാക്കും തൗഹീദ് ഉണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ നിന്ന് കാണും. വേറെ ഒന്നും ഒരിക്കൽ സമാധാനമില്ല. ഹജ്ജിലും ഉംറയിലും നിസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുക, പഠിച്ചോനെ എന്റെ ഉമ്മാടും ബാപ്പാടും ഞാൻ പെരുമാറിയ മോശത്തിലൊക്കെ എനിക്ക് പുറത്ത് മാപ്പാക്കി തരണേ. ആ തേങ്ങൽ കാരണം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മനസ്സിലാവാത്ത കുറെ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും മനസ്സിലായി എന്നുള്ള മനസ്സിലാകൽ അപ്പള മനസ്സിലാവുള്ളൂ. കുറച്ച് ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് ഉൾക്കൊള്ളി. ആത്മാവ് നമ്മൾ വിഷയം ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കും അവർക്ക് സുഹൃതങ്ങൾ ചെയ്യാം. നാളെ അവര് മരണപ്പെട്ട് ആ സമയത്ത് സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലേ ജീവിച്ചിരിക്കണ കാലം കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുത്തുകണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവും സ്നേഹവും നമുക്ക് ഉണ്ടാകല. അതേപോലെ നമ്മുടെ നിസ്കാരം, നിർത്തിപ്പോയ നിസ്കാരം, അത് നശിച്ച നമസ്കാരം, നഷ്ടപ്പെടുത്തിയ നമസ്കാരം നമുക്ക് വീണ്ടും തുടങ്ങാം. കൊടുത്തു തീർക്കാത്തൊക്കെ നമുക്ക് പിന്നെയും കൊടുത്തു തീർക്കാം. പക്ഷെ ജീവിതത്തിന് എമ്മയും ബാപ്പയും മരിച്ചുപോയാലേ അവരെ നമ്മൾ പരിപാലിക്കേണ്ടിയിരുന്ന പരിപാലനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ പിന്നെ അത് കിട്ടൂല, പിന്നെ അവരെ കിട്ടൂല. ഭർത്താക്കന്മാരെ ഈ ഭരണങ്ങളെ പെണ്ണുങ്ങളും കേൾക്കുന്നുണ്ടാവും ഉണ്ടെങ്കിൽ. നമ്മുടെ ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ നിൽക്കണേ. അവരെ ഉമ്മാക്കോ ബാപ്പാക്കോ സുഖമില്ലാന്ന് കേട്ടാ ഒരു അനുവാദം ചോദിക്കാൻ നിൽക്കരുത്. അങ്ങോട്ട് പറയണം, ബാപ്പാക്ക് എന്തോ ഇടങ്ങാറുണ്ടല്ലേ, പോയി 2 ദിവസം നിന്നിട്ട് പോരെ എന്ന് പറയണം. നമ്മുടെ ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ പിടിവാശി പിടിച്ചാൽ അവരെ നിർത്തിയാണ്ട് അവരങ്ങോട്ട് പറഞ്ഞേക്കാതെ അമ്മയും ബാപ്പ അങ്ങോട്ട് മരിച്ചുപോയാലേ ചിലപ്പോ സംസാരം കേൾക്കണം. അങ്ങനത്തെ ആൾക്കാരുടെ ചിലപ്പോൾ സങ്കടം വരും. ഉമ്മാനെയും ബാപ്പാനെയും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം മനസ്സിൽ തികട്ടി ഇതകാലം മുഴുവൻ വരും. ആ ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്റെ ഇക്കാക്കയാണല്ലോ എന്ന് ചിന്തിക്കും. അതിങ്ങനെ നിങ്ങളുടെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നല്ലാതെ വേറെ മെച്ചമൊന്നുമില്ല. ഗൗരവത്തിൽ ആ വിഷയം ഒന്ന് ആലോചിക്കണം. അതോടെ കുടുംബബന്ധം താറുമാറാകാത്ത രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കും, അവരെ നമ്മളിൽ നോക്കും, ഇഷ്ടത്തോടു കൂടി നമ്മുടെ മാതാപിതാക്കളിൽ നോക്കും. ഗൗരവത്തിൽ ആ വിഷയം ഒന്ന് ആലോചിക്കുക. അപ്പോലോ കൗലം കരീമ, സംസാരിക്കണം. ഉമ്മാടും ബാപ്പാടും മാന്യായിട്ട് സംസാരിക്കണം. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നു. ആ വീട് ഇമ്മയും ബാപ്പയും താമസിക്കണ വീടിന്റെ അടുത്താണെങ്കിൽ ദിവസം നമ്മളവിടെ എത്തണം. ഉമ്മാനെയും ബാപ്പാനെയും കാണണം, വർത്താനം പറയണം. ഇനി കുറച്ച് ദൂരെയാണ്, അകലെയാണ്, അത്ര എളുപ്പം എത്താൻ പറ്റും, ശരി, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരണം. വീട്ടിൽ നിന്ന് മാറിക്കണം. ഉമ്മാനെയും ബാപ്പാനെയും ദിവസവും വിളിക്കണം. ഉമ്മാനെ വിളിച്ചാണ്ട് ഉമ്മാനോട് ബാപ്പാന്റെ വർത്താനം ചോദിച്ചാൽ പോരാ, ബാപ്പാനോട് സംസാരിക്കണം. ഇത് ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയം ആത്മാർത്ഥമായിട്ട് നോക്കിക്കാണണം. നമ്മളെ ബിസിനസ്, നമ്മുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഉമ്മാനെയും ബാപ്പാനെയും കാണാൻ നിൽക്കുമ്പോ ഓലെ മനസ്സിടങ്ങേറാവും. അവരെങ്ങാനും സങ്കടപ്പെട്ടാൽ അത് നമ്മുടെ ബിസിനസിനെ മുഴുവൻ ബാധിക്കും. മറിച്ചോ ഇടയ്ക്ക് നമ്മളൊന്ന് പോയി കാണുമ്പോഴേ എന്റെ കുട്ടി എന്ന് പറഞ്ഞ അമ്മയും ബാപ്പനും ചേർത്ത് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ മക്കളിലും ഒക്കെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ശരി, എല്ലാരും അവനാന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും വയസ്സൊന്ന് ആലോചിച്ച് നോക്കി. റസൂല് പറഞ്ഞ 60 അതൊന്ന് കുറച്ചു നോക്കി. ഇങ്ങനെ ആലോചിക്കും. മാക്സിമം എത്ര കൊല്ലം അവരിനി ദുനിയാവിൽ ജീവിക്കും?
മാക്സിമം എത്ര കൊല്ലം നമ്മൾക്ക് അവരെ നോക്കേണ്ടി വരും, മാക്സിമം എത്ര കൊല്ലം അവരെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും, മാക്സിമം എത്ര കൊല്ലം ഇനി നമ്മൾക്ക് അവരിലൂടെ സ്വർഗം നേടിയെടുക്കാൻ പറ്റും. 10 കൊല്ലം കിട്ടുന്നവര് കുറവേക്കാരം, 5 കൊല്ലം കിട്ടുന്നവര് കുറവേക്കാരം. ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തിനാ നമ്മൾ ഓരോ ഇടങ്ങാറാക്കണം, എന്തിനാ നമ്മൾ ഓരോ തിരുത്താൻ പോണേ? നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡും ഇമ്മിയും ബാപ്പയും കിടന്നുറങ്ങുന്ന റൂമും നമ്മൾ നല്ലോണം താരതമ്യം ചെയ്യണം. ഉമ്മ പറയും കാ പഴയ ബെഡ് മതി, ബാപ്പ പറയും കാ പഴയ കട്ടില് മതി. ലോകാവസാനം വരെ നിങ്ങളെ വാപ്പിങ്ങ അതന്നെ പറയുള്ളൂ. പക്ഷെ അത് അവനാന്റെ സ്വർഗാൻ ഹുമാ ജന്നത്തുക വനാറുക. ആ രണ്ടുപേരും നിന്റെ സ്വർഗമാണ് നിന്റെ നരകമാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. എങ്കിൽ അവരെ നോക്കാൻ കഴിയാന്നുള്ളത്, പരിപാലിക്കാൻ കഴിയാന്നുള്ളത്, സ്നേഹം കൊടുക്കാൻ കഴിയാന്നുള്ളത്, സന്തോഷം കൊടുക്കാൻ കഴിയാന്നുള്ളത്, അവരെ വേദനിപ്പിക്കാതെ അവരെ തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയാന്നുള്ളത് മക്കളായ നാം ചെയ്യേണ്ട ഗൗരവപ്പെട്ട ഭാഗമാണ്. ഒരു മുമ്പാടൊരു മനുഷ്യൻ പറഞ്ഞു, 93-ാമത്തെ വയസ്സിൽ അയാളെ വാപ്പ മരിച്ചു. 83-ാമത്തെ വയസ്സിൽ വാപ്പ കിടപ്പിലായി. ആ മനുഷ്യൻ പറയാ, രാവിലെ എന്നും ഞാനും എൻ്റെ ഭാര്യയും ഉപ്പാനെ കുളിപ്പിക്കും. ഉപ്പാക്ക് ഏറ്റവും പ്രിയം വെള്ളക്കുപ്പായം വെള്ളത്തു ഞങ്ങൾ ധരിപ്പിക്കും. ഉപ്പാനെ വീടിന്റെ മുമ്പിൽ വലിയ ചാരുകട്ടിലുണ്ട്, അതിനെ കൊണ്ടുപോയി കിടത്തും. അപ്പാക്ക് ഇപ്പൊ എല്ലാം പുറത്തെ കാഴ്ചയിൽ കാണാം. അപ്പാക്ക് മിണ്ടാൻ കഴിയൂല, അപ്പാക്ക് സംസാരിക്കാൻ കഴിയൂല, ചുണ്ടിങ്ങനെ അനക്കും, തല ഇങ്ങനെ ആട്ടുന്നത്, വേറെ ഒന്നും അപ്പാക്ക്. പക്ഷെ ഞാൻ ആ 10 കൊല്ലം ബാപ്പാന്റെ കൂടെ ഇരുന്നു. എല്ലാ കാര്യം ബാപ്പനോട് പറയും. എന്റെ 2 പെൺകുട്ടികളെ കല്യാണം ബാപ്പാന് നല്ലപ്പം കാലത്ത് കഴിഞ്ഞു, ബാക്കി 2 പെൺമക്കളെ കല്യാണം ബാപ്പാക്ക് സുഖല്ലാ സമയത്താ കഴിയണം. പക്ഷെ ഓരോ കാര്യം പെണ്ണ് കാണാൻ വന്നത്, ഉറപ്പിച്ചത്, അന്വേഷണം നടന്ന ഡേറ്റ് ഉറപ്പിച്ചൊക്കെ ഞാൻ ബാപ്പാനോട് പറയും. എന്താ മനുഷ്യൻ പറയാ, ബാപ്പ മരിച്ചതിന് ശേഷം 1.5 കൊല്ലം ഞാൻ ഭൂമിയിലായാലും ആകാശത്തേനും എനിക്കറിയില്ല. ബാപ്പ ഉള്ളത് എനിക്കൊരു ധൈര്യം. നമ്മുടെ കൂടെ ഉണ്ടാവും എന്റെ വില മനസ്സിലാവില്ല. വീട്ടിൽ ഭർത്താക്കന്മാര് ബാപ്പ മരിച്ച ഉമ്മാര് മാത്രം, എന്നെ പോലെയൊക്കെ കുറെ ആൾക്കാർ, ഞങ്ങൾ 10 മക്കളാ. 10 മക്കൾ ഇങ്ങനെ ഉമ്മാരുടെ മുമ്പിൽ ചിറക് വന്നിട്ട് കാര്യമില്ല. ബാപ്പ എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യൻ കൊടുത്ത ബലം. എന്താണ് നിർഭയത്വം? വീടിന്റെ മുറ്റത്ത് ഉപ്പയുടെ ചെരുപ്പ് കാണലാണ് നിർഭയത്വം. അങ്ങനെ ആ 2 മനുഷ്യന്മാരെ വില മനസ്സിലാക്കണം. ആത്മാവിൽ അവർക്ക് സ്നേഹം കൊടുത്ത്, നഷ്ടപ്പെട്ടു കരയുന്നതിനേക്കാളും നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് സന്തോഷം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. മക്കളെ സ്നേഹിക്കണം. 3 കാര്യങ്ങൾ മാത്രം മക്കളെ വിഷയത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ വിഷയം മക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. റസൂല് പറഞ്ഞു, നിങ്ങൾ ആരെ വിവാഹം കഴിക്കണം? നന്നായി സ്നേഹിക്കുന്നവളെയും ഒരുപാട് പ്രസവിക്കുന്നവളെയും നിങ്ങൾ വിവാഹം കഴിക്കണം. റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയെ റസൂൽ എപ്പോഴും കാണുമ്പോൾ വിളിക്കലെന്താ? ഫാത്തിമ കബദി, എന്റെ കല്ലിന്റെ കഷ്ണമാണ് ഫാത്തിമ. ലുക്മാൻ അലൈഹിസ്സലാം മകനെ വിളിക്കുന്നു യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്ന അഭിസംബോധനം. അങ്ങനെ സ്നേഹിച്ചോണ്ടാ ഏറ്റവും അനുസരിക്കപ്പെടുന്ന മകളായി ഫാത്തിമ ബീവി മാറിയത്. ബാപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കുന്ന മകനായി ലുക്മാൻ അലൈഹിസ്സലാമിന്റെ മകൻ മാറിയത്. നമ്മുടെ മക്കളെ നമ്മൾ അഭിസംബോധനം ചെയ്യുന്ന അഭിസംബോധനങ്ങൾ എന്താണെന്ന് ആലോചിക്കും. തന്റെ പേരക്കുട്ടിയെ ഇങ്ങനെ ചുംബിക്കുന്ന പ്രവാചകനോട് അക്രമത്വമിനെ ചോദിച്ചേ, 10 കുട്ടികളുണ്ടല്ലോ, ഞാനൊരാളെ ചുംബിച്ചിട്ടില്ലല്ലോ. പക്ഷെ എന്താ തിരിച്ചു കൊടുത്തേ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ നീക്കിയതിന് ഞാൻ എന്ത് ചെയ്തു എന്ന്. കരുണ കാണിക്കാത്തവർക്ക് കാരുണ്യം നൽകപ്പെടുകയില്ല എന്നാ പഠിപ്പിച്ച. ജീവിതത്തിൽ കാരുണ്യം കിട്ടൂല. ഏത് വിഷയത്തിൽ ആ റഹ്മത്ത് കിട്ടണോ, നമ്മൾ ജീവിതത്തിൽ മക്കളെ സ്നേഹിക്കണം, ചുംബനങ്ങൾ കൊടുക്കണം. എങ്ങനെ പുരുഷന്മാര് കല്യാണം കഴിച്ചേ? ജീവിതത്തിൽ 10-25 വയസ്സാകുമ്പോൾ ഒരു ആൺകുട്ടിക്ക് അവൻ്റെതായ കുറെ ഇടങ്ങേറുണ്ടാവും. ജോലി, മറ്റു കാര്യം, കുടുംബത്തിന്റെ പ്രാരാബ്ദം പലതും ഉണ്ടാവും. ഇടങ്ങേറായി നട്ടം തിരിയുന്ന ഓരോട് അള്ളാഹ് പറയാം, എടാ പോയിട്ടൊരു കല്യാണം കഴിച്ചോ. അപ്പൊ അത്ഭുതപ്പെട്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ തന്നെ ഇടങ്ങേറല്ലെങ്കിൽ കല്യാണോ? പോയി കല്യാണം കഴിക്ക്. ഇലൈഹ, അവളിൽ നിനക്ക് സമാധാനം ഉണ്ട് എന്നാ പഠിപ്പിച്ചേ. പഠിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. നിന്റെ വിവാഹത്തിന് ആളുകൾ വരും.
ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിക്കടാ. വിവാഹം കഴിഞ്ഞാൽ നീ തന്നെ പറയും റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ടോ? ഉണ്ട്. പ്രവാചകന്മാരിലും സ്വഹാബാക്കളിലും ഒക്കെ ഉണ്ട്. അങ്ങനെ സമാധാനം ആഗ്രഹിച്ച പുരുഷന്മാരൊക്കെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നവരെ ഓനും അവന്റെ വാപ്പിയും തമ്മിലൊരു കുഴപ്പമില്ലേ? കല്യാണം കഴിക്കുന്നവരെ മൂപ്പരെ പെങ്ങന്മാരും തമ്മിലൊരു പ്രശ്നമല്ലേ? കല്യാണം കഴിക്കുന്നവരെ മൂപ്പര് ശേഷം ഒരു കുഴപ്പമില്ലേ? പക്ഷെ നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം മൂപ്പരെ വാപ്പിയും തമ്മിൽ തെറ്റിയാലേ, മൂപ്പരെ പെങ്ങന്മാരും തമ്മിൽ അസ്വാരസ്യത്തിലായതിന്റെ അർത്ഥം എന്താ? ഉള്ള സമാധാനം കൂടി പോകാനല്ലല്ലോ കിട്ടണേ. നല്ല സ്നേഹിക്കുന്നവളെ വിവാഹം കഴിക്കണം റസൂൽ പഠിപ്പിച്ചു. മക്കൾക്ക് ആ സ്നേഹം കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. തന്റെ ഇണയെ അത്രമേൽ സ്നേഹിക്കുന്നവളാകണം എന്ന് പഠിപ്പിച്ചു. നമ്മളെ കുട്ടിയെ കുറെ ചങ്ങായിമാരുണ്ട്. ഒരു ചങ്ങായി ഓനോട് തെറ്റിയ വേറെ ചങ്ങാതിനിരുന്ന സ്നേഹം കുട്ടി കിട്ടും. നമ്മളെ കുട്ടിക്ക് കുറെ എളാപ്പാരും മൂത്താപ്പാരും അമ്മായിമാരും ഒക്കെ കുറെ ഉണ്ട്. ആ സ്നേഹമൊക്കെ നമ്മളെ കുട്ടിക്ക് കിട്ടും. പക്ഷെ നിങ്ങളെ കുട്ടിക്ക് ഒറ്റ അമ്മി ഒറ്റ വാക്കുള്ളൂ. ഉമ്മയാകും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടിക്ക് ലഭിക്കേണ്ട സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ഒടുങ്ങും നിങ്ങളെ കുട്ടിക്ക് ആ സ്നേഹം കിട്ടൂല. ബാപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ഒടുങ്ങും ആ സ്നേഹം കുട്ടി കിട്ടൂല. ഒരു കുട്ടിന്റെ അവകാശമാണ് ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്നേഹം ആ കുട്ടിക്ക് ലഭിക്കുക എന്നുള്ളത്. അത് കൊടുക്കണം. മക്കളെ ചെറുപ്പത്തിൽ ഇങ്ങനെ കയ്യിലിട്ട് വളർത്തിയ വാപ്പാക്കും ഉമ്മാക്കും ആ കുട്ടി എത്ര വലുതാകുമ്പോഴും കുട്ടി തന്നെയാണ്. എങ്കിൽ ഏത് സമയത്തും മക്കളെ ചേർത്ത് പിടിക്കണം. 15 വയസ്സായിക്കോട്ടെ, 20 വയസ്സായിക്കോട്ടെ, 25 വയസ്സായിക്കോട്ടെ, അതിൽ യാതൊരു മടി ഉണ്ടാവണ്ട. പലപ്പോഴും ഒരു ആൺകുട്ടിക്ക് തനിക്കൊരു കുഞ്ഞു ജനിക്കുന്നത് വരെ ഉപ്പയുടെ ത്യാഗം എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അപ്പയും കുറെ വൈകിയുണ്ടാവും. അപ്പൊ വാപ്പ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടാവും. ബാപ്പാനും ഇമ്മാനെ കണ്ട കുറെ ദ്രോഹിച്ചാണ്ട് അവസാനം തിരിച്ചറിവുണ്ടാവുമ്പോ വാപ്പയും ഒരു കോമ സ്റ്റേജിലെങ്ങാനും ആണെങ്കിൽ നമ്മൾ പറയുന്ന മാപ്പ് ചോദിക്കൽ പോലും അവർക്ക് മനസ്സിലാവാത്ത ഘട്ടത്തിലെങ്കിലും മരിച്ചു പോയാൽ അവനാന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തേക്കാരം? മക്കൾക്ക് സ്നേഹം കൊടുക്കുക, അവരോട് കാര്യങ്ങൾ പറയാം, അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് നേരം ഉണ്ടാകണം. അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ, തുറന്ന് സംസാരിക്കാൻ, അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് അറിയാൻ, ആ ഇഷ്ടങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട് നടത്തി കൊടുക്കാൻ, അതെങ്ങാനും ദീനെതിരാണെങ്കിൽ വഴിതിരിച്ച് മക്കൾക്ക് തിരിച്ചറിവ് പകർന്നു കൊടുക്കാൻ ബാപ്പാക്കും ഉമ്മാക്കും നേരം ഉണ്ടാകണം. കാരണം പഠിപ്പിക്കാനല്ല അള്ളാഹ് നമുക്ക് നമ്മളെ കുട്ടികളെ തന്നെ അല്ല, അതിന് ടീച്ചർമാര് മതി. അദബ് പഠിപ്പിക്കാൻ മാത്രമാണ് ഈ മദ്രസ ഉസ്താദുമാര് മതി. സ്നേഹിച്ച് അവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഗുണദോഷിച്ച് അവരെ തിരുത്തി മുന്നോട്ട് പോകാനാണ് ഉമ്മയും ബാപ്പി. കുട്ടികളെ പേരൻസ് മീറ്റിംഗ് നടക്കണോ? പോയിട്ടില്ലെങ്കിൽ മക്കൾക്ക് സങ്കടവും. എല്ലാരും ഉമ്മാരും ബാപ്പാരും തിന്നു. എന്റെ ബാപ്പ ഒന്നില്ല, എന്റെ കാര്യം അത്ര ശ്രദ്ധയൊന്നും ഇല്ലാന്ന് തോന്നും. മൈനസാ, നെഗറ്റീവ് ആവും. അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ബാപ്പയും ഉമ്മയും നാളെ നേരിടാൻ പോകുന്ന പ്രശ്നമാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. തിരിഞ്ഞു കൊടുത്തു ആ പ്രാർത്ഥന. അതാണ് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുമ്പോ മക്കൾക്ക് സങ്കടമില്ലാത്തത്. അതാ റൂട്ടുമ്മ ഇറക്കിടുമ്പോ മക്കൾക്ക് സങ്കടമില്ലാത്തത്. അതാ ബാപ്പാന്റെ മോൾക്ക് കൈ ഉയർത്തും മക്കൾക്ക് സങ്കടമില്ലാത്തത്. അതാ അമ്മാനോട് കേൾക്കും മക്കൾക്ക് സങ്കടമില്ലാത്തത്. കാരണം ഇതിന്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല. നിങ്ങൾ സ്നേഹം കൊടുക്കണം. 2, അദബ് പഠിപ്പിക്കുക. അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാന്യന്മാരാക്കണം. വഹ്സിനു അദബവും, അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം പകർന്നു കൊടുക്കണം. നമ്മുടെ കുട്ടി മദ്രസയിൽ പോയിട്ടുണ്ടല്ലോ. 6ാമത്തെ വയസ്സിൽ മദ്രസ പോയ കുട്ടി മദ്രസ തിരിച്ചറിങ്ങിയ വയസ്സ് എപ്പോഴാണ്? 12 13 വയസ്സാ. നല്ലോണം ആലോചിച്ച് നോക്കി. 7 കൊല്ലോ 8 കൊല്ലോ നമ്മളെ കുട്ടി ദിവസം 2 മണിക്കൂർ വെച്ച് ദീന് കേട്ടിട്ട് അവനാന്റെ മക്കളെ ലൈഫിൽ എന്തേ ദീനിനകത്ത്? 7 കൊല്ലം 2 മണിക്കൂർ വെച്ച് നമ്മളെ കുട്ടി ദീന് കേട്ടിട്ടേ എന്തേ നമ്മളെ കുട്ടിക്ക് ദീനില്ലാത്ത? ഒന്നാമത്തെ ചിന്തിക്കേണ്ട എന്താ അറിയോ? മക്കളെ മദ്രസക്ക് പറഞ്ഞയച്ചപ്പോ, മക്കളെ സിയാറിക്ക് പറഞ്ഞേക്കുമ്പോ നമ്മളെ മനസ്സിലുള്ള നീയത്ത് എന്താ ആവണ്ടേ? എന്താ അറിയോ? ഇതല്ലാ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയക്കണേ. തോന്നിനോ? വിചാരിച്ചിനോ? ആലോചിക്കുക.
2, നമ്മൾക്കൊരു വിഷൻ ഉണ്ടാവണം. എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ ഖുർറത്തു ഐനാകണം, എൻ്റെ കണ്ണിന്റെ കുളിർമയായിട്ട് എൻ്റെ കുട്ടി മാറണം. ആഗ്രഹിച്ചിനോ? 2. മൂന്നാമത് ആലോചിക്കേണ്ടത്, നമ്മുടെ കുട്ടി മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ അത് പുലർത്താൻ പറ്റുന്ന ജീവിത സാഹചര്യം അവനാന്റെ വീട്ടിൽ ഉണ്ടായി കൊടുത്തു ആലോചിക്കണം. സുബൈക്ക് എഴുന്നേൽക്കാത്തവന്റെ വീട് കത്തിച്ചു കളയാൻ റസൂൽ ആഗ്രഹിച്ചത് നമ്മുടെ മക്കൾ മദ്രസന്ന് പഠിക്കുക. സുബൈക്ക് എഴുന്നേൽക്കാത്തവന്റെ ചെവിയിലും മൂക്കിലും പിശാച മലമൂത്ര വിസർജനം നിർവഹിക്കുന്ന കുട്ടി മദ്രസന്ന് പഠിക്കുക. എന്നിട്ട് സുബൈക്ക് എഴുന്നേൽക്കാത്ത ഉമ്മാനും ബാപ്പാനും ഞാൻ കുട്ടി കാണുക. മക്കളോട് വാപ്പയും പറയില്ല പള്ളിക്ക് പോയിക്കോ, കാരണം ബാപ്പ തിരിച്ച് മക്കളെ ചോദിക്കും നിങ്ങളോ വയ്ക്കും. പിന്നെ ബാപ്പാക്കൊന്നും പറയാലല്ലോ. വെള്ളിയാഴ്ചത്തെ ജുമുഅ മാത്രം ജമാഅത്തായി കാണുന്നത് ഒരുപാട് കുടുംബങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. ഹിജാബിന്റെ മഹത്വം നമ്മളെ കുട്ടി ഇങ്ങനെ പഠിക്കുക. എന്നിട്ട് ആ കുട്ടി 7 മണിക്ക് ബീവിയും 9 സ്കൂൾക്ക് പോകുമ്പോൾ നമ്മളെ കുട്ടിന്റെ തട്ടയിച്ചാണ്ട് ദേവിയൊക്കെയാണ് നമ്മളെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കുക. അവനാന്റെ മക്കളെ ലൈഫിൽ ദീൻ ഇല്ലാത്തതിന്റെ കാരണക്കാരായിട്ട് എമ്മിയും ബാപ്പി മാറിയിരിക്കണമെന്ന് ഗൗരവത്തിൽ ആലോചിച്ചോളി. എന്റെ കുട്ടിന്റെ ജീവിതത്തിൽ ദീനില്ലാതൊക്കെ പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയും, പ്രത്യേകിച്ച് പാരന്റിങ് വിഷയമൊക്കെ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ ഉമ്മാര് വന്നിട്ട് പറയും എന്റെ കുട്ടിനെ നന്നാക്കി തരുമോ, ഭയങ്കര പ്രശ്നമാണ്, അലമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനടക്കം ആലോചിക്കല്, അള്ളാഹു നമ്മൾക്ക് നമ്മുടെ കുട്ടിയെ തന്നത് കുട്ടീനെ 20-ാമത്തെ വയസ്സിലാ 15-ാമത്തെ വയസ്സിലോ തോളിലിട്ട് ഉറക്കാവുന്ന, കയ്യിലിട്ട് ലാളിപ്പിക്കാവുന്ന, എന്തും പഠിപ്പിക്കാവുന്ന, എന്തും പരിശീലിപ്പിക്കാവുന്ന നിർമ്മലമായ ഹൃദയത്തോടു കൂടി ഒരു കുട്ടിനെ നമ്മളെ കയ്യിൽ തന്നു. കുഴഞ്ഞ കളിമണ്ണ് പോലെ നമ്മളെ കയ്യിൽ ആ കുട്ടി ഉണ്ടായിനി. സൗന്ദര്യമുള്ളതും വിരൂപമുള്ളതും ഉണ്ടാക്കി ഏതാ നമ്മൾ ഉണ്ടാക്കി? ഇത് കണക്ക് പറയണ്ടേ? വലിയ ഉത്തരവാദിത്തം അവതരിപ്പിച്ച് അമാനത്താണ്, തിരിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടിയെ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നപ്പോ ആ കുട്ടി നിർമ്മലമായ ഒരു മനസ്സിന്റെ ഉടമ, ഒരു കളങ്കോ കുട്ടിക്കില്ലല്ലോ. അതേപോലെ തിരിച്ചു കൊടുക്കാൻ പരിശ്രമിക്കലാണ് രക്ഷാകർത്തൃത്വം, പാരന്റിങ്. അതിനെ സ്നേഹിക്കേണ്ടോടത്ത് സ്നേഹിക്കേണ്ടി വരും, ശാസിക്കേണ്ടിടത്ത് ശാസിക്കേണ്ടി വരും. സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോകുന്നു, ശാസിക്കാൻ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളൊക്കെ ആഗ്രഹം മക്കളെ സ്വർഗത്തിൽ പോകണം തന്നെയാണ്. നമ്മൾ നമ്മുടെ കുട്ടിയോട് ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമികമായ മര്യാദയും ആചാരങ്ങളും ബാപ്പയും ഉമ്മയും മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. നമ്മൾ നമ്മുടെ കുട്ടിയോട് ചെയ്യുന്ന വലിയൊരു സഹായം. വണ്ടിയിൽ നിന്ന് കയറുമ്പോ എന്റെ കുട്ടി പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥന ചൊല്ലിട്ടോ എന്ന് പറയണം. ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ കുട്ടി പ്രാർത്ഥിച്ചോ. ചിലപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ 1-ാം കുട്ടികളെ പഠിപ്പിക്കണ മാതിരി ഇങ്ങനെ ചൊല്ലി ചൊല്ലി പഠിപ്പിക്കേണ്ടി വരും. ഒരു രോഗിനെ കാണാൻ പോകണോ, ഒറ്റക്ക് വാപ്പയും പോയാൽ പോരാ. എടാ വാപ്പാന്റെ ചങ്ങായി ഉണ്ട്, വാപ്പാന്റെ ഇപ്പൊ എപ്പോഴും നടന്ന ആളാണ്, ഇപ്പൊ മൂപ്പർക്ക് സുഖമില്ല, നമുക്കൊന്ന് കാണാൻ പോകല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന കുട്ടി സ്വയം താല്പര്യത്തോടു കൂടി പോരുന്ന തലത്തിൽ പെരുമാറണം. അതാ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ അതിന്റെ കൂലി പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ പൂളിന്റെ കൂലി എന്താ അറിയോന്ന് പറഞ്ഞ് മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കല്യാണങ്ങൾക്ക് നമ്മുടെ നാട്ടിലത്തെ അയൽവാസിന്റെ കല്യാണം പോയി കൂടി സഹായിച്ചു കൊടുക്കേണ്ട പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അദബ് പഠിപ്പിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് വരണം. നാളെ നമ്മൾ മരിച്ചു പോയാൽ രാവിലെ 7 മണിക്ക് പണിക്ക് പോയിക്കാണ്ട് രാത്രി 9 മണിക്ക് പണി കഴിഞ്ഞ് വന്ന ബാപ്പാനെ കുട്ടി ഓർക്കൂല കേട്ടോ. 5 മണിക്ക് അടുക്കളയ്ക്ക് ഇറങ്ങിയാണ്ട് 11 മണി വരെ മക്കൾ ഭക്ഷണം പറഞ്ഞ് ഓടി അമ്മാനെ മക്കൾ ഓർക്കൂല കേട്ടോ. ഓർക്കണമെങ്കിൽ നിങ്ങൾ ഓലെ കൂടെ ഇരിക്കണം. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത സഹായം, ഉപദേശം, അത് അവരെ ഇങ്ങനെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. ഇനി എന്താ കൊടുത്തത് നല്ലോണം ആലോചിച്ചോളി, ഗൗരവത്തിൽ ആലോചിച്ചോളി. അല്ലെങ്കിൽ ഭാവിയിൽ ഖുർആൻ പറഞ്ഞ മാതിരി ഒരു ഖുർആനെ പറ്റി പറയും ഇതൊക്കെ വെറും കെട്ടുകഥ, അതിനൊന്നും ഇല്ല എന്ന് മക്കൾ പറയും. അങ്ങനെ അവസ്ഥയ്ക്ക് നമ്മൾ നമ്മുടെ മക്കൾ എത്തിക്കരുത്. താക്കീത് നിറഞ്ഞ വാക്കുകളെക്കാൾ പ്രവാചകന്റെ സ്വഹാബാക്കളെ കണ്ട എന്താ കുളിർമയുള്ള മനോഹരമായ ജീവിത. കൗമാരക്കാരിൽ ആകർഷകരായി പ്രവാചകന്റെ സദസ്സിൽ അവർ വന്നിരുന്നു. ഉപദേശങ്ങൾ കേൾക്കാൻ അവർക്ക് അത് ഇഷ്ടമായിരുന്നു. കൗമാരത്തിന്റെ ദേശീയകാരൻ എന്താ? നമ്മുടെ ഉപദേശങ്ങൾ സ്നേഹം കലർന്നല്ല, ഒക്കെയും ഒരു ധിക്കാര സ്വരത്തിൽ മാത്രം നമ്മൾ പറയണം എന്നുള്ളതുകൊണ്ടാണ്. പ്രവാചകൻ മക്കളെ ചേർത്ത് പിടിച്ചു. ആലോചിച്ച് നോക്കി, മക്കളുടെ വിയോഗ വാർത്തകളൊക്കെ സംഭവിക്കും. എനിക്ക് ശരിക്കും 9 മണിക്ക് നാട്ടിലേക്ക് എത്തണം, അങ്ങനെ 7 മണിക്ക് തുടങ്ങാൻ നമുക്ക് കറക്റ്റ് നടന്നിരുന്നു. ശരി, പ്രവാചകന്റെ 7 മക്കളിൽ 6 മക്കളും റസൂലുള്ളാഹിന്റെ കൺമുമ്പിൽ നിന്നാ മരിച്ചേ.
അതിലെ ആൺകുട്ടികളൊക്കെ മരിച്ച റസൂലിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മാരിയത്തുൽ പിബിത്യയിലൂടെ ഇബ്രാഹിം എന്നൊരു ആൺകുട്ടി ഉണ്ടായി. സ്വാഭാവികമായിട്ടും എല്ലാ ആൺകുട്ടികളും മരിച്ചൊരു ബാപ്പാക്ക് പിന്നൊരു ആൺകുട്ടി ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന സന്തോഷത്തിലേക്കാണ്. റസൂലുള്ളയും ആ ഇബ്രാഹിം എന്ന മകനും തമ്മിലുള്ള ആത്മബന്ധം സീറ ഗ്രന്ഥങ്ങളിൽ കാണാം. അത്രമേൽ പ്രിയപ്പെട്ടവർ. അന്നത്തെ സിസ്റ്റം അനുസരിച്ചൊരു സ്ത്രീയുടെ അരികിലേക്ക് നാട്ടുമ്പുറത്ത് സംസ്കാരം പഠിക്കാൻ വേണ്ടി ആ കുട്ടിയെ പറഞ്ഞയച്ചു ആക്കി. പക്ഷെ അവിടെ വെച്ച് ഇബ്രാഹിം എന്ന കുട്ടി രോഗിയായി. റസൂലും സ്വഹാബാക്കും കുട്ടിനെ കാണാൻ പോയി. ഇബ്രാഹിം എന്ന കുട്ടി ജീവിതത്തിന്റെ അവസാനത്തെ ഹാലില. ഇബ്രാഹിം എന്ന കുട്ടി റസൂൽ തന്റെ മടിയിലേക്ക് കിടത്തി. റസൂലുള്ളാന്റെ മടിയിൽ കിടന്ന ആ കുട്ടി അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക. സ്വഹാബാക്കൾ ചോദിക്കുക, റസൂലെ കരയരുതെന്ന് പഠിപ്പിച്ച നിങ്ങൾ കരയണോ? റസൂൽ പറഞ്ഞു, എന്റെ ഉള്ളു പെടയുന്നുണ്ട്, എന്റെ കണ്ണ് നിറയുന്നുണ്ട്, പക്ഷേ അള്ളാഹു ഇഷ്ടമില്ലാത്തൊന്നും എന്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സിൽ കരുതിയിട്ടില്ല. സുബർ സുബർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് നിറയാതിരിക്കലും ഉള്ള പെടയാതിരിക്കലും ഒന്നുമില്ല. സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, അടി പതറും. പക്ഷേ അള്ളാഹുവേ നിന്റെ തീരുമാനമാണിതെന്ന് ഞാൻ അറിയുന്നു. ആ തീരുമാനം ഞാൻ തൃപ്തിപ്പെടുന്നു റബ്ബേ, ഞാൻ ക്ഷമിക്കുന്നു, നീ എനിക്ക് ഇതിന്റെ പ്രതിഫലം നൽകണേ. അവർ ക്ഷമിച്ചത് കൊണ്ട് അവർക്ക് സ്വർഗത്തുണ്ടെന്നല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ 4 അവയവങ്ങളിൽ കാല് മുറിച്ചു മാറ്റപ്പെട്ടു. 4 ആൺമക്കൾ, ആൺകുട്ടി കുതിരയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യർ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? എനിക്ക് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു, ഒരാളെ മാത്രം അള്ളാഹ് കൊണ്ടുപോയി. എനിക്ക് 4 അവയവങ്ങൾ ഉണ്ടായിരുന്നു, ഒരവയവത്തെ മാത്രം അവൻ തിരിച്ചെടുത്തു. അള്ളാഹുവാണ് സത്യം, അവൻ കൊണ്ടുപോയതിനേക്കാളും ബാക്കിയാക്കിയതാണ് കൂടുതൽ, ഞാൻ തൃപ്തനാണെന്ന് പറഞ്ഞത്. മക്കൾക്ക് അത് കൊടുക്കണം. മക്കൾക്ക് ദീന് കൊടുക്കണം. മൂന്നാമതായിട്ട് ദീന് കൊടുക്കണം. നമ്മുടെ കുട്ടി ദീന് ഇസ്ലാം സ്വീകരിച്ചത് ചാൻസിലാണ്. നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മുടെ കുട്ടി മുസ്ലിമായി പോരാ. എന്റെ കുട്ടിയുടെ ചോയ്സ് ആകണം, തെരഞ്ഞെടുപ്പാകണം ഇസ്ലാം. അതിന് വേണ്ട സാഹചര്യം എന്റെ കുട്ടിക്ക് ഞാൻ ഒരുക്കി കൊടുക്കണം. ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് എന്റെ കുട്ടിയെ നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞേക്കണം. അവന് മറ്റു ആസ്വാദനങ്ങളെക്കാളും ഇഷ്ടം ദീനായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കണം നമ്മൾ. ബുഖാറയിൽ ഒരു ഉമ്മാക്കൊരു കുട്ടി ജനിച്ചു, പേര് ഇസ്മായിൽ. ഉമ്മാന്റെ വലിയ ആഗ്രഹം ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു മഹാപണ്ഡിതനാക്കി തീർക്കണം. പക്ഷെ കുട്ടിക്ക് കണ്ണിന് കാഴ്ചല്ല. ഉമ്മ പ്രാർത്ഥിച്ചു, നിറകണ്ണുകളോടുകൂടി ആ ഉമ്മ പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ആ കുട്ടി ഇമാം ബുഖാരി ആയി തീർന്നു. അയിമ്മത്തുൽ അർബഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ, ആ 4 മദ്ഹബിന്റെ ഇമാമുകൾ യതീമുകളാണ്. ഉമ്മയുടെ സേവനം കൊണ്ട്, ഉമ്മയുടെ ത്യാഗത്തിലൂടെ പണ്ഡിതന്മാരായി തീർന്നവർ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. ഈ തൈമിയ എന്താ? ഉമ്മയാണ്. തൈമിയയുടെ മകൻ. ഇബ്നു തൈമിയ മരണപ്പെടുമ്പോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുട്ടിയില്ല, മക്കൾ, കാരണം കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു ഉമ്മത്ത് മുഴുവൻ ബാക്കി. ഞാൻ ഇവിടെ നിന്നൊരു ഹദീസ് പറഞ്ഞ റവാഹു ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഖബറിലേക്കുണ്ടാ പ്രതിഫലം, ഇമാം ബുഖാരിയുടെ ഉമ്മയിലേക്കുണ്ടാ പ്രതിഫലം. മരിച്ചു പോയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഇമാം ബുഖാരിയുടെ ഒരു പ്രസംഗം നമ്മളാരും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം കർമ്മങ്ങളിലൂടെ ജീവിക്കുന്നു. നമ്മളിപ്പോ 2025 2125 സങ്കല്പിക്കുക, 100 കൊല്ലത്തിന്റെ അപ്പുറം. നമ്മളും അന്നില്ല, നമ്മളെ മക്കളൊന്നും ഉണ്ടാവില്ല. നമ്മക്കാർക്കും നമ്മളെ മക്കളെ പ്രാർത്ഥനയും നമ്മളെ ഉമ്മാനും ബാപ്പാനും പ്രാർത്ഥന കിട്ടൂല. പക്ഷെ അന്നും നമ്മളെ ഖബറിലാണെങ്കിൽ ആ ഖബറിൽ വെളിച്ചം കിട്ടുന്ന എന്തോ കർമ്മങ്ങളാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതം ഇങ്ങനെ അവസാനിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു വരുന്നു, നമ്മുടെ കാതുകളുടെ കേൾവി ശക്തി കുറഞ്ഞു വരുന്നു, നമ്മുടെ കൈകാൽ മുട്ടുകൾക്ക് വേദനകൾ അനുഭവിക്കാൻ തുടങ്ങുന്നു, ജരാനരകൾ ബാധിക്കുന്നു. മുന്നറിയിപ്പുകളാണ്. ജീവിതത്തിൽ ഒരുക്കേണ്ടതൊക്കെയും ഒരുക്കിക്കൊള്ളുക, പോകാൻ സമയമായിട്ടുണ്ട് എന്ന മുന്നറിയിപ്പുകൾ. ഒരുക്കേണ്ടതൊക്കെയും ഒരുക്കിയോ എന്നാണ് ആലോചിക്കേണ്ടത്. നോമ്പിൽ എപ്പോ വേണമെങ്കിലും അടിക്കാം. അലിദാനെ ബക്കീലേക്ക് ഞാൻ രാത്രി ചെല്ലുകയാണ്, സ്വഹാബാക്കളെ ഖബറടക്കിയ സ്ഥലത്തേക്ക്. ഇത് പറയാം, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ദിയാർ. ഖബറാളികളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എനിക്ക് ചില വർത്തമാനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അദ്ദേഹം പറയാം, അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്.
അമ്മൽ മസാകിൻ ഫഖദ് സുകിനത് അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. നിങ്ങളുടെ പാർപ്പിടങ്ങൾ രാപ്പകലില്ലാതെ ഓടി നടന്നുണ്ടാക്കിയതല്ലേനോ, അതൊക്കെ മറ്റുള്ളവരെ താമസാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്നില്ല. അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്. നിങ്ങളുടെ ഇണകളുടെ വിവാഹങ്ങൾ കഴിഞ്ഞു, നിങ്ങളില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ വേറെ കിട്ടി. നിങ്ങളുടെ പകരം നിങ്ങളുടെ മണിയറയിൽ അവരെന്ന് മറ്റുള്ളവരുടെ കൂടെയാണ്. അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. നിങ്ങളുടെ സമ്പത്തൊക്കെ വിഹിതം വെക്കപ്പെട്ട് കഴിഞ്ഞു, അതിന്റെ അവകാശങ്ങൾ കൊണ്ടുപോയി. ഫഹാദാ ഖബ്റു മാ ഇൻദനാ. ഇതാണ് എന്റെ പക്കലുള്ള വർത്തമാനങ്ങൾ. വമാദാ ഖബ്റു മാ ഇൻദകും. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും വർത്തമാനങ്ങൾ ഉണ്ടോ പറയാൻ? അദ്ദേഹം താടിരോമം നനഞ്ഞ് കുതിരുമാറി കരഞ്ഞിട്ട് പറഞ്ഞു, ലൗ സമിഅതും ഫിൽ കലാം. അവരെങ്ങാനും എന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ. കേൾക്കൂല എന്നറിയാം, കേൾപ്പിക്കാൻ നമുക്കാരും കഴിയില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, കേൾക്കുമായിരുന്നെങ്കിൽ ലഖാലു, അവരൊക്കെ പറയും, ഇന്ന ഖൈറ സാദി തഖ്വ. ഇവിടെ ഉപകരിക്കുന്ന ഏക കർമ്മം തഖ്വയാണ് കേട്ടോ എന്ന് പറയും. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എന്താ ആഗ്രഹിക്കണേ? ബുർജ് ഖലീഫ കാണാനോ പബ്ജി കളിക്കാനോ? ഇവിടെ പോയി ഏറ്റവും ആഡംബര റിസോർട്ടിൽ പോയി താമസിക്കാനോ? ഒരു സുബ്ഹാനല്ലാഹ് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു 2 റക്അത്ത് നിസ്കാരം ആഗ്രഹിക്കുന്നുണ്ടാവും, റമളാനിൽ ഒരു നോമ്പ് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരായത്ത് ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവസരങ്ങൾ തീർന്നു. നമ്മളും അവരും തമ്മിലെ വ്യത്യാസം എന്താ? അവര് മണ്ണിന്റെ താഴെയും നമ്മൾ ആ മണ്ണിന്റെ മുകളിലും ആണെന്നുള്ളതാണ്. ആ മണ്ണ് ഏത് സമയത്തും അവനാന്റെ മുകൾക്ക് വരും. അത് എപ്പോ വേണമെങ്കിലും ആവാം. അത് ദീർഘമായ സമയമൊന്നും വേണ്ട, ഏത് സമയത്തും സംഭവിക്കും. പക്ഷെ അതെപ്പോൾ സംഭവിച്ചാലും അതിനു വേണ്ടി ഒരുങ്ങണം, കുടുംബത്തിന് വേണ്ടി ഓടണം. ഓടണ്ടാന്ന്, പക്ഷെ അവനാണ് സ്വർഗം മറന്നാണ്ട് ഓടരുത്. ഒരു സ്ത്രീ പറഞ്ഞു, സാങ്കല്പിക കഥയാണ്, എന്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല. എന്റെ മക്കള് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ വിളമ്പി കൊടുക്കണം, ഞാൻ കഴിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വെക്കണം, അവരെ വസ്ത്രം, ഭർത്താവിന്റെ വസ്ത്രം വരെ ഞാൻ അലക്കണം, ഞാൻ ഇസ്തിരി ഇട്ട് കൊടുക്കണം, എന്നാലേ മൂപ്പർക്ക് അത് ഇടാൻ കഴിയും. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന പെണ്ണിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം പെണ്ണ് മരിക്കണം. അങ്ങനെ 2 ആഴ്ചകൾക്കപ്പുറം തന്റെ അലങ്കോലമായി കിടക്കുന്ന വീട് കാണാൻ ആ പെണ്ണിങ്ങനെ പോവുകയാണ്. അങ്ങനെ സാങ്കല്പിക കഥ എന്ന് പറഞ്ഞു. ആത്മാവിന് ചെന്ന് നോക്കുമ്പോ കാണണം എന്താ അറിയും, മക്കളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു, അവര് സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്, കഴിച്ച പാത്രം കഴുകി വെക്കുന്നുണ്ട്, ഭർത്താവ് ഇസ്തിരി ഇടാനൊക്കെ പഠിച്ചു, അവിടെ വേറൊരാളും പുതിയതുണ്ട്. എന്താ പെണ്ണ് ആത്മകഥം പറയാണ്, ഞാനില്ലാത്തത് കൊണ്ട് നഷ്ടം എനിക്ക് മാത്രം. നമ്മൾ ഇന്നലെ മരിച്ചാൽ എന്താ സംഭവിക്കും? വെറുതെ ആലോചിച്ചു. ഇപ്പൊ സമയം 8:30. ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോത്തിന് നമ്മളെ ഖബറൊക്കെ പള്ളി കമ്മിറ്റിക്കാർ റെഡിയാക്കി തരും. വാട്സപ്പിൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോ ഇങ്ങനെ കറങ്ങും. ഇസ്തിർജായിൽ ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വരികൾ കൂടെ ഉണ്ടാവും. ഖബറടക്കി നമ്മുടെ വീട്ടിലേക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ അയൽവാസികളും കുടുംബക്കാരൊക്കെ ഇങ്ങനെ വരും. നമ്മളെ പറ്റി ഒരേ മദ്ഹ് പറയും. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ മൗനം തളം കെട്ടി കിടക്കും. ആർക്കും ചിരിയും കളിയും വർത്താനൊന്നും ഉണ്ടാവില്ല. മാക്സിമം പോയ നമ്മുടെ ഭാര്യയോ ഭർത്താവോ ഉമ്മയോ അപ്പയോ മകനോ റിക്കവർ ആയിട്ട് വരാൻ 1 മാസം സമയമെടുക്കും. പിന്നെ അവരൊക്കെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. പിന്നെ അവിടെ നമ്മളില്ല. പിന്നെ ഏതെങ്കിലും കല്യാണോ സൽക്കാരോ വരുമ്പോഴും മൊബൈലിൽ ഉള്ളുന്ന പണ്ടത്തെ ഏതെങ്കിലും നിങ്ങളൊപ്പമുള്ള ഫോട്ടോ കിട്ടുമ്പോൾ അതിന് കുടുംബരൂപത്തേക്ക് വരും. നമ്മളെ കൂട്ടുന്ന കുറെ പേര് മരിച്ചുപോയതൊക്കെ നമുക്ക് അറിയാലോ എന്താ അവസ്ഥ. അങ്ങനെ വർഷത്തിലൊരിക്കൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ഓർമ്മയായിട്ട് നമ്മൾ മാറും. അങ്ങനെ മാറിയാൽ പോരാന്ന് പറഞ്ഞു. അങ്ങനെ പോയാ പോരാ. നമ്മൾ മരിച്ചാലും നിലക്കാത്ത കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് കിട്ടണം. അതിന്റെ ഭാഗമായിട്ടാ സിയാരിക്കൊക്കെ മക്കളെ പറഞ്ഞേക്കണം. ആ മക്കൾ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കണം, വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കൊടുക്കണം. എന്റെ കുട്ടി ആരാകണം എന്ന് പ്രാർത്ഥിക്കണം. മുത്തഖിയായ പോരാ നമ്മുടെ കുട്ടി, മുത്തഖീന ഇമാമ എന്ന് പ്രാർത്ഥിക്കണം. മോനെ, എന്റെ കുട്ടി മുത്തഖീങ്ങൾക്ക് ഇമാമ നിൽക്കുന്ന, ആളുകളുടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവനാകണട്ടോ എന്നാ പറയണേ. അതാകാൻ വേണ്ടി പറയണം. നമ്മുടെ മുൻഗാമികൾ അറബിക്കലാലയങ്ങൾ സ്ഥാപിക്കുമ്പോ കണ്ട സ്വപ്നം എന്താ? നമ്മൾ നമ്മുടെ അറബി കോളേജ് പറഞ്ഞേക്കുമ്പോ എന്താ പറയാ, ഞാൻ നാളെ മരിച്ച
എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എനിക്കൊരാൾ വേണ്ടേ? ഈ ചെറിയ ആഗ്രഹത്തിൽ നമ്മൾ ഒതുങ്ങരുത്. നമ്മുടെ മുൻഗാമികൾ അറബിക്കലാലയങ്ങൾ ഉണ്ടാക്കും. അവരെ കണ്ട സ്വപ്നം കേരളക്കരയിൽ നിന്നും ഇബ്നു ബാസിനെ പോലെയുള്ള, ഇബ്നു ഉസൈമീനെ പോലെയുള്ള, ശൈഖ് ഹുസൈൻ റഹിമഹുള്ളയെ പോലെയുള്ള, ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ടാവണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് അവനാന്റെ മക്കളെ പറഞ്ഞേക്കുമ്പോഴും അതേ ആഗ്രഹം നമ്മൾ കുത്തിവെക്കാൻ ശ്രമിക്കണം. സ്കൂളുകൾ നമ്മുടെ സമുദായം ഉണ്ടാക്കുമ്പോൾ അവർ കണ്ടൊരു സ്വപ്നമുണ്ട്, സ്പെയിന് പോലെയാകണം കേരളം. അന്ന് പല ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഒക്കെ സ്പെയിനിലാണ്. മലയാളികളായ ഗലീലിയോമാരും ഐൻസ്റ്റീന്മാരും ഒന്നും ഉണ്ടാകണം, മുസ്ലിം നാമധാരികൾ ഉണ്ടാകണം എന്ന് അവർ സ്വപ്നം കണ്ടേ. ആ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടായി ഇപ്പൊ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി വിമാനം പറത്തി. അഭിമാനിക്കണം നമ്മൾ. നമ്മുടെ സമുദായം ചെയ്ത വലിയൊരു സേവനത്തിന്റെ ഭാഗം അത്. അതൊക്കെ നിന്ന് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളല്ല എന്നുള്ള സത്യം. നമ്മൾക്കൊക്കെ ഈ ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്ന് പരിശോധിക്കുക. ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന പാതയെ തുടർന്നാൽ എനിക്ക് സ്വർഗമാകുമോ നരകമാകുമോ എന്ന് ആലോചിക്കുക. നല്ലവനാകാൻ പരിശ്രമിക്കുക. കൂടെയുള്ളവർക്ക് നന്മ ചെയ്യുക. കൂടെയുള്ളവർക്ക് നന്മ മാത്രം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. തമ്മിൽ തെറ്റിയതൊക്കെയും ശരിയാക്കിയെടുക്കുക. മക്കളുമായി ചേർന്ന് നിൽക്കുക. കുടുംബവുമായി ഒട്ടി നിൽക്കുക. സമയം കണ്ടെത്തുക. സ്നേഹിക്കാൻ, പഠിപ്പിക്കാൻ, അതവ് പഠിപ്പിക്കാൻ, അവർക്ക് ആദർശനിഷ്ഠ പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. സ്വഹാബാക്കളെ എന്താണോ മാറ്റിയത്. കഴിഞ്ഞ ദിവസം അങ്ങനെ എറണാകുളത്ത് ക്ലാസ്സിന് പോയി രാത്രി 1:30 ട്രെയിൻ ഇറങ്ങുന്നത്. എറണാകുളത്ത് ISMന്റെ പ്രവർത്തകർ എനിക്ക് എറണാകുളം നഗരത്തിന്റെ മധുരമായ കാഴ്ചകൾ കാണിച്ചു തന്നു. ആവശ്യക്കാരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന, വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെയും, പകലന്തിയോളം ഇങ്ങനെ കൂട്ടുകാരെ കൂടെ കറങ്ങി നടക്കുന്ന, സിഗരറ്റ് കയ്യിലിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന പെൺമക്കളെയും ഒക്കെ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, ഇതൊക്കെ ക്ലാസ്സിൽ പറയണം. ഞാൻ ഇപ്പോഴും അറിയുന്നു, ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, ഇതിനേക്കാൾ അന്ധകാരമായിരുന്നു ജാഹിലിയത്ത്. ഇതിനേക്കാൾ അന്ധകാരമായ കാലഘട്ടമായിരുന്നു ജാഹിലിയത്ത്. ഇതിനേക്കാൾ ക്രൂരമായിരുന്നു അതിന്റെ അവസ്ഥകൾ. പക്ഷേ അവരെ മാറ്റിയ സംഹിതകൾ എന്താണോ, അവരെ മാറ്റിയ ആദർശം എന്താണോ, അവരെ മാറ്റിയ ഗ്രന്ഥം എന്താണോ, നമ്മുടെ കയ്യിൽ അത് ഇപ്പോഴും ഉണ്ട്. ആ ഗ്രന്ഥം ഒന്ന് എടുത്തു മറിച്ച് നോക്കാൻ നാം സമയം കണ്ടെത്താത്ത കാലത്തോളം നാം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമുദായത്തിൽ ഒരു പരിവർത്തനങ്ങളും നമ്മൾ സ്വപ്നം കാണേണ്ടതില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുക. സിയാറികളിലേക്ക് മക്കളെ സന്തോഷത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പറഞ്ഞയക്കുക. എൻ്റെ മക്കളോട് ഞാൻ ചെയ്യുന്ന വലിയൊരു സഹായമായിട്ട് തന്നെ കാണുക. നാളെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് അങ്ങാടി കൂടെ പോകുന്ന ഒരാളല്ല കുളിപ്പിക്കുക, എന്റെ കുട്ടി കുളിപ്പിക്കുമല്ലോ. എന്റെ കുട്ടിക്ക് അതറിയാലോ, സമാധാനം കണ്ടെത്തുക. ഞാൻ മരിച്ചാൽ ബാപ്പയായ തലയുടെ ഭാഗത്തും ഉമ്മയായ എന്റെ വയറിന്റെ ഭാഗത്തും എന്റെ കുട്ടി കൈകെട്ടി നിസ്കരിക്കുമല്ലോ. നാളെ എന്റെ കുട്ടി ചെയ്യുന്ന എല്ലാ നന്മകളുടെയും പ്രതിഫലം അവൻ അതിനെ പ്രാപ്തമാക്കി എന്റെ കബർക്ക് കിട്ടുമല്ലോ. എന്റെ കുട്ടി ഒരു മദ്രസ പഠിപ്പിക്കാൻ പോയാൽ ആ പഠിപ്പിക്കുന്നതിന്റെ കൂലിക്ക് കിട്ടുമല്ലോ എന്ന ഒരു ഈമാൻ. അത് ചെയിന പോലെ ലോകം അവസാനിക്കുന്നവരെ പോകണം പ്രിയപ്പെട്ടവരെ. അതിന് അവനാന്റെ മക്കൾക്ക് ദീൻ കൊടുക്കണം, ദീൻ പഠിക്കുക, ദീനിയായ സിലസിലേക്ക് പോകുക എന്നുള്ളത് ഏറ്റവും മധുരമായ കാര്യമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടണം. ആ ലെവലിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കുക. അർഹമുറാഹിമീനായ നാഥൻ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ അപാകതകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെ കബറിടങ്ങളെ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. നാളെ അവരെയും നമ്മയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സായുജ്യവും സംതൃപ്തിയും നൽകി നീ ഞങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.